പ്രവാചകന്മാർ നടത്തിയ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ മനുഷ്യ കുടുംബത്തിനിടയിൽ നടത്തിയ മുഹിമ്മത്തിനെ, അവരുടെ ഉത്തരവാദിത്തത്തെ ഏത് വിധേനെ നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ അത് പ്രയോഗവൽക്കരിക്കണം, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഉത്തരവാദിത്തം, മസ്ഊലിയത്ത്, അതെല്ലാമാണ് എൻ്റെ സുഹൃത്ത് വളരെ ആഴത്തിൽ തന്നെ വിശദീകരിച്ചത്. ഇപ്പോൾ ക്ലിയറാണോ? നമ്മൾ ഇതെല്ലാം പറയുന്നത് ഖുർആനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിക്കുന്നു, അതിനെ വിശദീകരിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഖുർആന് പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തെ വളരെ ഗൗരവത്തിൽ തന്നെ മുഖവിലേക്കെടുക്കുന്നു. അത് ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. നമ്മൾ കാലങ്ങളായി ഖുർആന് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനെ ഒരു പ്രവാചകന്മാർ പഠിപ്പിച്ച, അള്ളാഹു അവരിലൂടെ മനുഷ്യ കുടുംബത്തിന് സമ്മാനിച്ച ജീവിത സന്ദേശത്തെ നമ്മൾ വായിക്കുമ്പോൾ ഖുർആൻ രണ്ട് രൂപത്തിലായി അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ മുഫസ്സലായിട്ട് പറയുന്ന വിഷയങ്ങളുണ്ട്, മുജ്മലായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. മുഫസ്സലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശദീകരിച്ച് സംസാരിച്ചു പോകുന്ന കാര്യങ്ങൾ. മുജ്മലി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. മുജ്മലായി പറയുന്ന കാര്യങ്ങൾ അഹ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ നിയമങ്ങൾ. സ്വലാത്ത് എങ്ങനെ നിർവഹിക്കണമെന്നൊന്നും ഖുർആൻ എന്താക്കൂല, അത് വിശദീകരിച്ച് പറയൂല. എന്നാൽ അഖിമി സ്വലാത്ത എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിനെ പരിശുദ്ധ റസൂല് കർമ്മം കൊണ്ട് വ്യാഖ്യാനിച്ച് തരും. നിങ്ങളെങ്ങനെ സ്വലാത്ത് നിർവഹിക്കണം, അള്ളാഹ്ക്ക് എങ്ങനെ ശുക്ർ ചെയ്യണം, അതിൻ്റെ മുന്നോടിയായിട്ട് എങ്ങനെ നിങ്ങൾ അംഗസ്നാനം ചെയ്യണം, അത് കഴിഞ്ഞ് വന്ന് നിങ്ങളെങ്ങനെയാണ് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൃദയം കൊണ്ട് ഒരു ശുക്ർ കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ടത്, നന്ദി കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് എന്നെല്ലാം അള്ളാഹിൻ്റെ റസൂല് കർമ്മത്തിലൂടെ പഠിപ്പിക്കും, അതിനെ വ്യാഖ്യാനിക്കും. സൗമ്, നോമ്പ് അനുഷ്ഠാനം, അത് നിങ്ങൾ കുത്തിബ അലൈക്കും സിയാമു, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധാക്കിയിരിക്കണോ. അപ്പോൾ തുടങ്ങേണ്ട സമയമെല്ലാം പറയും. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തെ പരിശുദ്ധ റസൂല് കർമ്മങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കും, അതിനെ വ്യാഖ്യാനിക്കും, കർമ്മങ്ങളിലൂടെ വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങളെങ്ങനെ സക്കാത്ത് കൊടുക്കണം, അത് ഖുർആൻ അത് വിശദീകരിച്ച് പറയുമൊന്നുമില്ല, എന്നാൽ അത് കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് പറയും. അപ്പോൾ അതിന് നിസാബിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കും, അതിനെ വിശദീകരിച്ച് തരും. ഹജ്ജ് നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയും. അപ്പോൾ ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഖുർആനെ തിരഞ്ഞാൽ കാണുമോ? സൂറത്ത് ഹജ്ജ് ഉണ്ട് അല്ലേ? സൂറത്ത് ഹജ്ജ് തുറന്നു വെച്ചിട്ട് എങ്ങനെയാണ് ഹജ്ജ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ആ സൂറത്ത് ഇങ്ങനെ ഓതിപ്പോയി കഴിഞ്ഞാൽ കാണുമോ? കാണൂല്ല. അപ്പം നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറയും. ആ ഹജ്ജ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കും. അപ്പം അഹ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഖുർആൻ മുജ്മലായിട്ട് പറയുന്നു. അപ്പോൾ ഖുർആൻ മുഫസ്സലായിട്ട് പറയുന്ന കാര്യം ഏതാണ്, വിശദീകരിച്ച് പറയുന്ന കാര്യം? കടന്നുപോയ പ്രവാചകന്മാർ അവരെങ്ങനെയാണ് ഒരു സമൂഹത്തോട് ഇടപഴകിയത് എന്നും അവരെങ്ങനെയാണ് അവരോട് സംസാരിച്ചത് എന്നും ആ സമൂഹത്തിനിടയിലും പ്രവാചകന്മാർക്കിടയിലും അള്ളാഹു എങ്ങനെയാണ് അവസാനം ഇടപെടുന്നത് എന്നും എങ്ങനെയാണ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് എന്നുള്ള വിഷയമാണ് വിശുദ്ധ ഖുർആൻ വളരെ വിശദീകരിച്ച് പറഞ്ഞു പോകുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്ക് മുമ്പ് 1,24,000 പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അവരിൽ 313 പേർക്ക്, മറ്റൊരു ഹദീസിൽ 315 പേർക്ക് അള്ളാഹു എന്താക്കിയിട്ടുണ്ട്, വേദം നൽകിയിട്ടുണ്ട് എന്ന് പറയാം. റസൂലുള്ളാഹ് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണക്കിൽ നാം വിശുദ്ധ ഖുർആനിൽ കാണുന്ന പ്രവാചകന്മാർ എത്രയാണ്? പേരെടുത്ത് പറയുന്ന പ്രവാചകന്മാർ റസൂലുള്ളാഹിനെ ഒഴിവാക്കിയാൽ 24 പ്രവാചകന്മാർ. എന്താണ് ഇത്രയും കൂടുതൽ പ്രവാചകന്മാർ കടന്നുപോയിട്ട്
ഈ 24 പ്രവാചകന്മാരെ മാത്രം എന്തുകൊണ്ടാണ് ഖുർആന് പറഞ്ഞു വെക്കുന്നത്? വമിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖസ്സും അലൈക വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. പേരെടുത്ത് പറഞ്ഞവരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്തുകൊണ്ടാണ് 24 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത്? അതായത് മുഹമ്മദുർ റസൂലുള്ളാഹിൻ്റെ കാലം മുതൽ ഇനി അന്ത്യനാൾ വരേക്കും വരുന്ന മനുഷ്യ കുടുംബത്തിൽ ഈ 24 പ്രവാചകന്മാർ അഭിമുഖീകരിച്ച സമൂഹത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ നിങ്ങൾ കാണുള്ളൂ. അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, ഇതല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രവാചകന്മാരെ നന്നായിട്ട് പഠിച്ചാൽ ഏത് പ്രവാചകൻ്റെ സമൂഹമാണ് എൻ്റെ മുമ്പിലുള്ളതെന്നും അത്തരം ഒരു സംസ്കാരം, സ്വഭാവം പേറുന്ന സമൂഹത്തിനിടയിൽ ആ പ്രവാചകൻ ഏത് വിധത്തിലാണ് ഇടപെട്ടത് എന്നും അവിടെ എങ്ങനെയാണ് ആ പ്രവാചകൻ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നും വഹയിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ 24 പ്രവാചകന്മാർ അഭിമുഖീകരിച്ച സമൂഹത്തിൻ്റെ സ്വഭാവ ചിത്രങ്ങളെ അന്ത്യനാൾ വരേക്കുമുള്ള സമൂഹം ഇനി കാണുള്ളൂ. ആ 24 പ്രവാചകന്മാരെ ഒരൊറ്റ ജീവിതം കൊണ്ട് അവതരിപ്പിച്ച പ്രവാചകനാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ജീവിതം കൊണ്ട് അവതരിപ്പിച്ച റസൂൽ. ഇപ്പോൾ ഖുർആൻ നന്നായിട്ട് പഠിച്ചാൽ ഈ 24 പ്രവാചകന്മാരുടെ സമൂഹത്തിൻ്റെ വേറിട്ട സാമൂഹിക ചിത്രങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ മറഞ്ഞു നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സൂക്ഷിച്ചു വായിക്കണം. അതിനാണ് അള്ളാഹു എന്താക്കിയത്? അത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇമാം ഇവിടെ നമുക്ക് മുമ്പിൽ നിന്നിട്ട് മെഹ്റാബിൽ നിന്നിട്ട് ഇങ്ങനെ ഓതുമ്പോൾ പെടുന്നനെ ഈസാ നബി അതിലൂടെ കടന്നു വരുന്നു. പെടുന്നനെ വദ്കുറുഫിൽ കിതാബി ഇദ്രീസ് എന്ന് പറയുന്നു, വദ്കുറുഫിൽ കിതാബി മൂസ എന്ന് പറയുന്നു. അങ്ങനെ പ്രവാചകന്മാരിങ്ങനെ നിന്ന് ഇറങ്ങുന്നു, പോകുന്നു, സംസാരിക്കുന്നു. ഖുർആൻ ഏതെല്ലാം കാലങ്ങളിൽ കടന്നുപോയ പ്രവാചകന്മാർ നമുക്ക് ചുറ്റും വഹയിലൂടെ മുഹമ്മദ് റസൂലുള്ള ലോകത്തങ്ങനെ കേൾപ്പിക്കുകയാണ്. ആ സമൂഹം നമുക്ക് ചുറ്റും പലതരത്തിൽ അവർ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പലതും നമ്മിൽ തന്നെ ആ സ്വഭാവം ഉണ്ട് കേട്ടോ. അവരെങ്ങനെ പറയല്ല, നാമല്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് പറയല്ല. പലപ്പോഴും അത് നമ്മിലും എന്താകുന്നുണ്ട്? അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആന് വളരെ തഫ്സീൽ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ അത് പ്രവാചകന്മാരെ കുറിച്ചാണ്, അവർ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചാണ്, അവർ അഭിമുഖീകരിച്ച സമൂഹത്തെക്കുറിച്ചാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങളോട് പ്രവാചകന്മാർ ഏത് വിധേന കരുണ കാണിച്ചുവോ, അവരോട് റഹ്മത്തായി വർത്തിച്ചുവോ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരോട് കരുണ കാണിക്കണം. പ്രവാചകന്മാർ കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്താ? മനുഷ്യരോട് എന്താണ്? നമ്മൾ മതം ജാതിയെല്ലാം പറയാണ് ഇവിടെ. ഓനാ മതത്തിൽ നിന്ന് ഈ മതത്തേക്ക് ഇവിടുന്ന്. പ്രവാചകന്മാരങ്ങനെ ഒന്ന് ചിന്തിച്ചവരല്ലാന്നേ. പ്രവാചകന്മാർ നമ്മൾ ഈ മതം എന്നെല്ലാം പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അതൊരു മതിൽക്കെട്ടാണ്. മനുഷ്യ കുടുംബത്തിനിടയിൽ തീർക്കുന്ന മതിൽക്കെട്ടാണ് മതം എന്നുള്ളത്. ആ വാക്കെന്നെ അദ്ദീൻ എന്ന വാക്കിനോട് ചേർത്ത് പറയാൻ പറ്റുന്നൊരു വാക്കല്ല. അദ്ദീൻ എന്ന വാക്ക് അറബി ഭാഷയിൽ അർത്ഥവ്യാപ്തിയുള്ളൊരു വാക്കാണ്. അതിന് അർത്ഥമുണ്ട്, ആശയമുണ്ട്. മതം എന്ന് കേൾക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരർത്ഥവും ഇല്ല, ഒരു ആശയവും ഇല്ല. അത് കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ജടിലമായ വാക്കാണത്. അത് നിങ്ങൾക്കൊരാശയവും നൽകൂല. എന്നാൽ പ്രവാചകന്മാർ അദ്ദീൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച മുഹമ്മദ് റസൂലുള്ളാഹിയാണല്ലോ. 2 പ്രവാചകന്മാരാണ് അറബി ഭാഷയിൽ സംസാരിച്ച പ്രവാചകന്മാർ. ബാക്കി എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ഭാഷയിൽ സംസാരിച്ച പ്രവാചകന്മാരാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു, അവർക്ക് കാര്യങ്ങൾ നന്നായി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. കാര്യം ബോധ്യപ്പെടാത്ത സമൂഹം എന്നും അകന്നുകൊണ്ടേയിരിക്കും. അവർ കേൾക്കാൻ നോക്കൂല. ഇപ്പം ഞാൻ അവിടെ നിന്നിട്ട് അറബിയിൽ അങ്ങ് പ്രസംഗിക്കാന്ന് വിചാരിക്കുക,
അറബി അറിയുന്നവാണെങ്കിൽ കുറച്ച് നമ്മളെ പണ്ഡിതന്മാരുണ്ടോ, അല്ലാത്തവരെന്താ ചെയ്യുക? അവർ ഇതെന്താണ് ഈ പറയണതെന്ന് അറിയാതെ ഒരു പക്ഷേ എല്ലാവരും നീച്ചു പോവിടുന്ന്. നമ്മുടെ സമൂഹത്തോട് ഏത് തരത്തിലുള്ള ഈ പ്രവാചകന്മാരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏത് തരത്തിലുള്ള കടപ്പാടാണ് ഈ സമൂഹത്തോട് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്? നമുക്ക് തന്നെ അറിയാത്ത, അവർക്ക് ഒരു തരത്തിലും അറിയാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരിസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ശബ്ദമുഖരിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിചാരിക്കുകയാണ് ഇതെന്തൊക്കെയോ ആണ്, നമുക്കൊന്നും പറ്റിയതല്ല, ഇത് ഇവരുടേത് എന്തൊക്കെയോ പറയാണ്. എന്നാൽ പടച്ചോന് ആരോടാ സംസാരിക്കുന്നത്? ആരോടാ സംസാരിക്കുന്നത്? അള്ളാൻ്റെ അടിമകളോടാ സംസാരിക്കുന്നത്. അള്ളാൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാ മനുഷ്യരും. അള്ളാഹ്ക്ക് മനുഷ്യർക്കിടയിൽ അള്ളാഹു എന്തെങ്കിലും വിവേചനം കൽപ്പിക്കുമോ? ഒരു വിവേചനം പടച്ചോൻ കൽപ്പിക്കൂല. അള്ളാഹു വിവേചനം കാണിക്കാത്തടുത്ത് നമ്മൾ വിവേചനം കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ഉപയോഗിക്കും. വലഖദ് കറംനാ ബനി ആദമ, നാം മനുഷ്യ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരുണ്ടല്ലോ, ഓരോ മനുഷ്യരും നമ്മൾ നിസാരമായി കാണുന്ന, ഒരു പക്ഷേ ജാതി പേര് ചേർത്ത് നമ്മൾ വിളിക്കണ, നമ്മൾ വളരെ മോശം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുണ്ടല്ലോ, അവർ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആദരിച്ച ബഹുമാനിച്ച ശ്രേഷ്ഠ സൃഷ്ടികളിലെ അംഗങ്ങളാണ് ആ കടന്നു പോകുന്നത്. വലഖദ് കറംനാ ബനി ആദമ, നാം മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കണു. വഹമൽനാഹും ഫിൽ ബർറി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. കടലിലും കരയിലും നാം അവർക്ക് വഴിയൊരുക്കി, വിശിഷ്ട വിഭവങ്ങൾ നൽകി, സൃഷ്ടിജാലങ്ങളിൽ ശ്രേഷ്ഠ സ്ഥാനം മനുഷ്യന് നാം നൽകി. ആർക്ക് നൽകി? മനുഷ്യന് നൽകി. അള്ളാഹു ഒരു മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു ഉന്നതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്? ആ അള്ളാഹു പഠിപ്പിക്കുന്ന, അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച് പ്രതിഷ്ഠിച്ച മനുഷ്യഗണത്തിലാണോ നമ്മൾ മനുഷ്യരെ കാണുന്നത്? ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഏത് തരത്തിലുള്ള ആദരവും ബഹുമാനവുമാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്? എത്ര കാലമായി നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട്? അള്ളാൻ്റെ അമ്പിയാക്കന്മാർ വരുന്നത് എന്തിനാണെന്നറിയോ? ഈ പറഞ്ഞ പടച്ചോനെ ആദരിച്ച മനുഷ്യരെ ആദരിക്കുവാനും, അവൻ്റെ പ്രകൃതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ശുദ്ധബോധത്തെ അവന് തെര്യപ്പെടുത്തി കൊടുക്കുവാനും, അവൻ സ്വയം ഇഅ്തിറാഫ് ചെയ്യുന്ന, ഏറ്റുസമ്മതിക്കുന്ന അവൻ്റെ സൃഷ്ടാവിൻ്റെ അളമത്തിനെക്കുറിച്ച് ഗാഢമായി അവന് പറഞ്ഞു കൊടുക്കാനും വേണ്ടി വന്നവരാണ് അള്ളാൻ്റെ അമ്പിയാക്കന്മാർ. അതുകൊണ്ട് മനുഷ്യരെ അവർ ഒരിക്കലും ഒരു നിറവ്യത്യാസത്തോടുകൂടിയും അവർ കാണില്ല. മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് പിടിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഒരു തിരുമുത് ഉദ്ധരിക്കുന്നൊരു ഹദീസ് ഉണ്ട്, അൽ ഖൽഖു അയ്യാലുല്ലാഹ്, മനുഷ്യർ പടച്ചോൻ്റെ കുടുംബമാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അംഫഅഹും ലിഅയാലിഹി, മനുഷ്യരിൽ ഏറ്റവും നല്ലവരാരാന്നറിയോ? അള്ളാൻ്റെ കുടുംബമായ മനുഷ്യരോട് കരുണ കാണിക്കുന്നവനാണ്. അപ്പം മനുഷ്യർ കുടുംബമാണ് എന്ന് പറയാം. നമ്മളെല്ലാവരും വാതോരാതെ പറയുന്നൊരു ഹദീസുണ്ട്, കുല്ലുക്കും മിൻ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്. നമ്മൾ അവരെന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ ആദരിക്കുമോ? നമ്മൾ ആദരിക്കില്ല, ബഹുമാനിക്കില്ല. ഞങ്ങൾ വേറൊരു കൂട്ടരാണ്, നിങ്ങൾ വേറൊരു കൂട്ടരാണ്. മനുഷ്യരോട് ഒരു തരത്തിലുള്ള ബഹുമാനവും ആദരവും സൂക്ഷിക്കാത്ത, പടച്ചോന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മനുഷ്യരോട് ഒരു തരത്തിലുള്ള നീതിബോധവും കാണിക്കാത്ത ഒരു തരം സമൂഹമാണ് നമ്മൾ. ഒരു തരം സമൂഹം. ഇവിടെ വിശുദ്ധ ഖുർആനെ, അള്ളാൻ്റെ അമ്പിയാക്കന്മാരെ വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നാം ഒന്ന് തിരിച്ച് ചിന്തിച്ച് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ മനുഷ്യനെ ആദരിച്ചു തുടങ്ങി, മനുഷ്യനെ ബഹുമാനിച്ചു തുടങ്ങി, അവന് നൽകേണ്ട ആദരവുകളും ബഹുമാനങ്ങളും അവന് പകർന്നു നൽകേണ്ട നീതിബോധങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് ചിന്തിച്ച് നമ്മൾ മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ ആദിക്ക് പഠിച്ചാൽ മതി.
നമുക്ക് അപ്പം അള്ളാഹു പലതും പറഞ്ഞു തരും, അള്ളാഹു നമുക്ക് പലതും ബോധ്യപ്പെടുത്തി തരും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ ഒരു പ്രവാചകനും ഭൂമിയിലെ അള്ളാഹു ഉണ്ട്, ഇതിന് പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും വന്നിട്ടില്ല. മനുഷ്യൻ്റെ പ്രകൃതം അറിയാത്തൊരു കാര്യം അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരിക, അങ്ങനെ ഒരു പ്രവാചകനും ഭൂമിയിൽ വന്നിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ പ്രകൃതി ബോധത്തിൽ അള്ളാഹു നിറച്ചു വെച്ച ശുദ്ധബോധത്തെ, അവൻ്റെ ഫിത്രത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്നവരാണ് അള്ളാൻ്റെ അമ്പിയാക്കന്മാർ. അതുകൊണ്ട് ഓരോ മനുഷ്യനും അള്ളാഹു അവനോട് വാങ്ങിയ കരാറിനെ പുതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാൻ്റെ അമ്പിയാക്കന്മാർ വന്നിരിക്കണു എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ് ഇന്ന് കരാറ്? അലസ്തു ബി റബ്ബിക്കും, ആദം നബിയുടെ ആദ്യ പിതാവിൻ്റെ മുതുകിൽ നിന്ന് അന്ത്യനാൾ വരേക്കും വരുന്ന മനുഷ്യരെ മുഴുവനും പുറത്തു കൊണ്ടുവന്ന് അവരിൽ നിന്ന് അള്ളാഹു ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട്. ദുർറിയ്യത്തഹും വ അഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബി റബ്ബിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരും പറഞ്ഞു ഖാലു ബലാ ഷഹിദിന, പടച്ചോനെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്, നീ ഞങ്ങളുടെ റബ്ബാണ് എന്നുള്ളത് ഞങ്ങൾ സാക്ഷ്യം വഹിക്കണം. ഈ സാക്ഷ്യത്തെ ഉണർത്തി കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ പ്രവാചകന്മാർ മനുഷ്യൻ അറിയാത്ത ഒന്നിനെ പറയാൻ വേണ്ടി വന്നവരല്ല, അവർ ഇഅ്തിറാഫ് ചെയ്ത ഒന്നിനെ ഉണർത്തി കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ കാര്യം വളരെ ലളിതാണ്. നമ്മളിത് എന്തോ ഒരു വലിയൊരു കടിച്ചാൽ പൊട്ടാത്തൊരു സാധനമാണെന്ന് അപ്പോൾ വിശ്വസിക്കരുത്. നമ്മൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ, നോമ്പനുഷ്ഠിക്കുന്നില്ലേ, ഹജ്ജ് ചെയ്യുന്നില്ലേ, സക്കാത്ത് കൊടുക്കുന്നില്ലേ, അപ്പോൾ ദഅവത്തോ? നമുക്ക് പേടിയാണ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെന്തോ ഒരു പേടിയാണ്. എന്താ സംഭവം എനിക്കറിയില്ല. എന്താ ഇക്കാരപ്പം അത്? പേടിയോ അല്ലെങ്കിൽ അറിയായ്മ, എന്താണ് സംഭവം എനിക്കറിയില്ല. പക്ഷേ പലരുടെയും മുഖഭാവം കാണുമ്പോൾ ഇതെന്തോ ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ട് ഇതെന്താണ് സംഭവം എന്ന് തിരിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇത് വളരെ സിമ്പിളായൊരു സംഭവമാണ്, ലളിതമായൊരു സാധനം. അതാ ഞാൻ പറഞ്ഞത്, അള്ളാൻ്റെ അമ്പിയാക്കന്മാർ അള്ളാഹു ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നവരല്ല, മനുഷ്യൻ ഉണ്ടെന്ന് സ്വയം സമ്മതിക്കുന്ന സത്യത്തിൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. അതിന് അറബിയിൽ പറയൽ അളമത്ത് എന്നാണ്. അള്ളാൻ്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒരു സൃഷ്ടാവിനെ സമ്മതിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അള്ളാഹു അത് പ്രവാചകന്മാരെ നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്ത് എൻ്റെ സൃഷ്ടിയുടെ ഉത്ബോധം എന്താണെന്ന് നീ അറിയൂ എന്ന് പ്രവാചകന്മാരെ പഠിപ്പിച്ച്, ആ സൈക്കോളജി പഠിപ്പിച്ചിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് വിടുന്നത്. ഒരായത്ത് ഓതാൻ പറ്റുമോ? അള്ളാഹു പ്രവാചകന്മാരെ, മനുഷ്യൻ്റെ ഉത്ബോധത്തെ അള്ളാഹു പ്രവാചകന്മാർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നൊരായത്ത് ആർക്കെങ്കിലും ഓതാൻ പറ്റുമോ? എൻ്റെ സുഹൃത്ത് എന്തോ സമ്മാനം കൊടുത്തെന്നാണ് ഞാൻ ആദ്യം ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഞാനും നിനക്കൊരു സമ്മാനം തരാം, ഒരു കനപ്പെട്ട സമ്മാനം തരാം. ഒരൊറ്റൊരായത്ത് ആരെങ്കിലും പറയും. എന്തെയ്യുന്നു? ധാരാളം ആയത്തുണ്ടെന്നേ. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, നീ ആളുകളോട് പോയി ചോദിച്ചു നോക്കൂ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ? അപ്പോൾ എന്ത് പറയുന്ന അള്ളാഹു പറഞ്ഞത്? അല്ല, യഖൂലുന്ന, നിശ്ചയം അത് ഒരു ഏകമഹാശക്തിയാണെന്ന് പറയും. അപ്പോൾ യഖൂലുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണെന്ന് പറയുന്നൊരു മലയാളി പറയുന്നതിൻ്റെ അർത്ഥം, ഒരു ഇംഗ്ലീഷുകാരൻ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം, ഒരു തമിഴൻ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം അല്ല. അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ച ഭാഷയിൽ അവൻ ഉപയോഗിക്കുന്ന, സൃഷ്ടാവിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ശബ്ദം ഉരുവിടുന്ന. അപ്പം നമുക്ക്
അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. അതെന്താ? ദൈവം എന്ന് പറഞ്ഞാൽ അത് വേറെന്തോ ആണ്, കടവുള് എന്ന് പറഞ്ഞാൽ അത് വേറെന്തോ ആണ്, ഗോഡ് എന്ന് പറഞ്ഞാൽ വേറെ. ഞമ്മക്കാണ് പ്രശ്നമുള്ളത്, ഞമ്മക്കാണ് അറിവില്ലായ്മയുള്ളത്. അതുകൊണ്ട് പടച്ചോന് പഠിപ്പിക്കും, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വ അൽവാനിക്കും. അള്ളാൻ്റെ ദൃഷ്ടാന്താണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും നിങ്ങളുടെ നിറങ്ങളിലും ഭാഷയിലുമുള്ള വൈജാത്യങ്ങൾ. അത് അള്ളാൻ്റെ ദൃഷ്ടാന്താന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചതാണ് മനുഷ്യനെ. എല്ലാ ഭാഷയിലും പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥനെ വിളിക്കാൻ എന്തുണ്ടാവും? ഒരു വാക്കുണ്ടാവും. അത് പ്രബോധന വീതിയിൽ അത് അംഗീകരിച്ചു കൊടുക്കണം. അത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ എന്താക്കാൻ പറ്റൂല? പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. കാരണം നിലവിൽ പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ പോയതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇപ്പം അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരെ ദൈവമാണ്? മുസ്ലിങ്ങൾ. അപ്പോൾ ഒരു അള്ളാഹു ഉണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പോയിട്ട് എൻ്റെ പണിയൊക്കെ സഹോദരാന്ന് അറിയും. കാരണം ഓനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആ പറയുന്ന ഒരുത്തൻ്റെ കുലദൈവമാണ്. പിന്നെ നിങ്ങൾ നിരീശ്വരവാദികളുടെ സദസ്സുകൾ നോക്കിയാൽ മതി, ക്രൈസ്തവ സഹോദരന്മാരുടെ സദസ്സുകൾ നോക്കിയാൽ മതി. അവർ വളരെ ആഴത്തിൽ അള്ളാഹു എന്നുള്ളത് മുസ്ലിങ്ങളെന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ കുലദൈവമാണ് എന്ന് ആണയിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊപ്പം ഈ ആയഞ്ചേരി വടകര ഒരു സംഭവത്തിന് പോയി. ഞാൻ അതിനു വേണ്ടി വന്നതല്ലട്ടാ, ഞാൻ നിർബന്ധിതനായിട്ട് പോകേണ്ടി വന്നതാണ്. ആരോടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഹാഫ് കൈ ഷർട്ടിലിട്ട് ഇവിടെ ടൗണിൽ വന്നപ്പോൾ എന്നോട് നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഒരു പരിപാടി ഉണ്ട്, അതിന് ഏറ്റ ആൾ വന്നിട്ടില്ല, നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതുപോലെ ചെറിയ എന്തോ ഒരു പരിപാടിയാണ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് പോവുക എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് സ്വാമി ചിദാനന്ദപുരിയും കലാനാഥൻ സാറുമാണ് അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നത്. അപ്പം നമ്മളവിടെ ചെന്ന് എന്തോ ലാസ്റ്റാണ് എത്തിയത്, അതുകൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചു. അവിടെ ചെന്ന് അവർ സ്വാമി ചിദാനന്ദപുരി പ്രസംഗിക്കുന്നു, പിന്നെ കലാനാഥൻ സാറെ വിളിക്കണു. അദ്ദേഹം പ്രഭാഷണത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് അധ്യക്ഷൻ പറയുന്നു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ആരും വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് നമ്മൾ ചോദ്യോത്തര 10 മിനിറ്റ് കൊടുത്ത് അതിനുശേഷം ചോദ്യോത്തര വേളയിലേക്ക് കടക്കുമെന്ന് പറയാം. അപ്പോൾ എൻ്റെ സുഹൃത്ത് പോയിട്ട് പറഞ്ഞില്ല ഞങ്ങൾ വന്നിക്കണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു എന്താ നിങ്ങൾ താഴെ ഇരുന്ന്? അപ്പോൾ നമ്മൾ സരസ് അലക്കോലപ്പെടേണ്ട വെച്ചിട്ട് നമ്മൾ ഇരുന്നതാണ്. അപ്പോൾ വിളിച്ചു, നമ്മളിരുന്നു. അവസാനം ഞമ്മക്കാണ് മൂന്നാമത്തെ ആൾ. അപ്പോൾ ആ സദസ്സിനെ സംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഒരു മതസംവാദത്തിന് വേണ്ടി വന്നതല്ല, ഞാൻ മതം എന്നുള്ള വാക്കിന് എതിരുള്ള ഒരാളാണ്. ഞാൻ ലോകത്ത് കടന്നു പോയ പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഇങ്ങനെ അവതരിപ്പിച്ചു പോയി. എല്ലാം മലയാളത്തിൽ ഓരോ ആയത്തോതുന്നു, ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാ അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ അതിൽ മനുഷ്യനെ 3ആയി ഖുർആൻ വിഭജിക്കുന്നുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലക്ക് ഈ പറയുന്നത് പോലെ എല്ലാവരും എന്താക്കണു? പ്രപഞ്ചനാഥനായ അള്ളാനെ സമ്മതിക്കുക. ധാരാളം ആയത്തുകൾ. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ് വല ഇൻ സഅൽതഹും മൻ ഖലഖഹും, അവരാരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു നോക്കൂ, അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്. വല ഇൻ സഅൽതഹും മൻ സഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവൻ ആരെന്ന് ചോദിക്കൂ, അവർ പറയും ലയഖൂലുന്നൽ അസീസുൽ അലീം, അത് അതിശക്തനായ മഹാജ്ഞാനിയായ ഒരു സൃഷ്ടാവാണെന്ന് പറയും. വല ഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, വാനലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്നവൻ ആരെന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർ പറയും ലയഖൂലുന്നല്ലാഹ് ഖുൽ അൽഹംദുലില്ലാ ബൽ അക്സറുഹും ലാ യഅലമൂൻ. നന്നായി വിശദീകരിച്ചു പോകേണ്ട സംഭവമാട്ടെ, എന്തുകൊണ്ട് ഇങ്ങനെയും പറയണമെന്നുള്ളത്. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ, നീ ചോദിക്കൂ, മനുഷ്യരോട് പോയി ചോദിച്ചു നോക്കൂ, മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നവൻ ആരാണ്? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാറ, നിങ്ങളുടെ കേൾവിയും കാഴ്ചയും രൂപപ്പെടുത്തിയവൻ ആരാണ്? വമൻ യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്റിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ, നിർജീവ വസ്തുവിൽ നിന്നും ജീവനുള്ളതിനെയും
ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും സംവിധാനിക്കുന്നവനാരാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ കടിഞ്ഞാണ് ആരുടെ കയ്യിലാണ്? നീ ചോദിക്കൂ പോയിട്ട്. അവർ പറയും ലയഖൂലുന്നല്ല, നിശ്ചയമായും അവർ ഏത് ഭാഷയാണോ ഉപയോഗിക്കുന്നത് ആ ഭാഷയിലെ വാക്കുകൊണ്ട് അവർ ആ ശക്തിയേറ്റ് സമ്മതിക്കും. ഹിന്ദിക്കാരോട് പോയി ചോദിച്ചു നോക്ക്, കുറേ ഹിന്ദിക്കാരില്ല ഇവിടെ. അപ്പോൾ ഊപ്രവാല എന്നാണ് പറയാം. എങ്ങനെ പറയാം? ഊപ്രവാല. അവരങ്ങനെ പറയും വേഗം. അപ്പം നീ പറയണം ഖുലിൽ ഹംദുലില്ലാ ദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്. നിങ്ങൾ ഇഅ്തിറാഫ് ചെയ്യുന്ന, നിങ്ങൾ ഇപ്പോൾ ഏറ്റുപറഞ്ഞ നാഥനുണ്ടല്ലോ, ശക്തിയുണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലദ്ദലാ. ഇനി അതിന് ശേഷം പിന്നീട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം തെറ്റല്ലേ? ഫഅന്നാ തുസ്റഫൂൻ. ആരാണ് നിങ്ങളെ പിഴപ്പിക്കുന്നത്? ആരാണ് നിങ്ങളെ പിഴപ്പിക്കുന്നത്? മനോഹരമായിട്ട് പടച്ചോന് ഓരോ മനുഷ്യനും അവൻ്റെ നാഥനെ ഈ പറയുന്ന ആയത്തിലൂടെ നന്നായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ മൗലവിയോട് ചോദിച്ചില്ലേ എങ്ങനെയാണിത് പറയേണ്ടതെന്ന്? അപ്പം അള്ളാഹു പറഞ്ഞെന്നോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? അപ്പോൾ പറഞ്ഞെന്നില്ലേ ആയത്ത്? നീ പോയി ചോദിച്ചു നോക്കുന്നല്ലേ പറഞ്ഞത്? വല ഇൻസാൽത്തഹും, ഇജ്ജ് പോയി ചോദിച്ചു നോക്ക്. ഇപ്പോൾ വെറുതെ ഒരാളോട് ഇങ്ങനെ കണ്ടിട്ട്, ഇവിടെ എനിക്കൊരു സംശയം, ഈ ആകാശഭൂമികൾ ആരാ സൃഷ്ടിച്ചത്? നമ്മളെല്ലാം ഒരു ബീജബിന്ദുവിൽ നിന്ന് ഇങ്ങനെ വന്നോരല്ലേ? നമ്മളിൽ തുടക്കം ഒരു മൈന്യൂട്ടായ ബിന്ദു അല്ലേ? ആ ബിന്ദുവിൻ്റെ ആ ബിന്ദു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂലല്ലോ. അതൊരു മൈക്രോസ്കോപ്പ് മാത്രം പിടിച്ചാൽ കാണുന്ന വളരെ മൈന്യൂട്ടായ ബിന്ദുവിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കൂ, 5 അടി പൊക്കം, ഇത്രയും വലിയൊരു ഒരു വസ്തുവായി, ഒരു ജീവനുള്ള ഒന്നായി നമ്മൾ പുറത്തു വന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ ഈ കണ്ണും കാതും കേൾവിയും ഹൃദയവും നാഡീവ്യൂഹങ്ങളും എല്ലാം നിറച്ചു വെച്ചത് ആരേക്കാരം എന്ന് ചോദിച്ചാൽ അയാൾ എന്തേക്കാരം ഉത്തരം പറയാ? എന്തേക്കാരം പറയാ? അതൊരു മഹാശക്തിയാണ്. മനുഷ്യൻ പറയും. അപ്പോൾ ആ സദസ്സിൽ ഞാൻ പറഞ്ഞു, മനുഷ്യന് എന്ന നിലക്ക് ഇതുപോലെ സമ്മതിക്കുന്നു. കർമ്മതലത്തിൽ മനുഷ്യൻ 3 രൂപത്തിലായി വിഭജിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. കർമ്മതലത്തിൽ ഒന്ന്, ഈ പറയുന്നത് പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ഒരു സൃഷ്ടാവുണ്ടെന്ന് സമ്മതിക്കുകയും, എന്നാൽ ആ സൃഷ്ടാവിൻ്റെ അളമത്ത്, ഗാംഭീര്യം, അവൻ്റെ ശക്തി ബോധ്യപ്പെടാതെ പോകുന്നതുകൊണ്ട് എന്താക്കും? കല്ലും മണ്ണും മരമെല്ലാം എന്താക്കും? ദൈവങ്ങളാക്കി പ്രതിഷ്ഠിക്കും അവൻ്റെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാർത്ഥന എന്തേക്കാരം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഭൗതിക ലോകത്ത് എന്താക്കണം? സുഖവും സന്തോഷവും നൽകണം എന്നുള്ളത് മാത്രമേ കാര്യം. ഇനി വേറൊരു വിഭാഗമുണ്ട്. അവർ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ നോക്കും, എന്നിട്ട് പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹു നമ്മളെ അത്തരം ആളുകളിൽ പെടുത്തിയില്ലേ? അൽഹംദുലില്ലാ, പടച്ചോനെ നരക ശിക്ഷയിൽ നിന്ന് പടച്ചോനെ കാത്തുരക്ഷിക്കണേ. അപ്പോൾ ഈ ജീവിതം ഇവിടെ അസ്തമിക്കുന്നില്ല. അത് ഒരു മഹാപ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വിത്തിലേക്കുള്ള മടക്കം എന്നുള്ള നിലക്ക് ഒരു മാവിൻ്റെ ചില്ലയിൽ നിന്നും ഒരു മാങ്ങ അതിൻ്റെ ഞെട്ടറ്റ് വീഴുന്നത് അതിൻ്റെ വിത്തിലേക്ക് മടങ്ങാനുള്ള പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതുപോലെ എന്തിൽ നിന്നാണോ നിങ്ങൾ ഉയിർക്കൊണ്ടത്, ഈ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടത്, ആ പരിവർത്തിപ്പിക്കപ്പെട്ട വിത്തിലേക്കുള്ള മടക്കത്തിന് മരണമെന്ന് പറയുന്ന ഒന്ന് അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു സ്വഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് ദ്രവിക്കൂലേ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തുബില, ദ്രവിക്കും, ഇല്ല അജബുദ്ദനബി, നിൻ്റെ വിത്തൊഴിച്ച്. അതുകൊണ്ടാണ് പടച്ചോന് നമ്മളെ കയ്യിൽ കുറേ പഴങ്ങളുടെ വിത്ത് നൽകിയത്. ആ വിത്തിലേക്ക് നോക്കിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള വിത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതം പറയുന്നിടത്തെല്ലാം തന്നെ മഴയുടെ, ഭൂമിയുടെ വറ്റിവരണ്ട അവസ്ഥാവിശേഷം മഴ വർഷിക്കുന്നു, അങ്ങനെ ഭൂമി അത് ജീവസുറ്റതാകുന്നു, അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള വിത്തുകൾ മുളച്ചു പൊന്തുന്നു. ഫകദാലിക തുഖ്റജൂൻ, അപ്രകാരങ്ങളെ അള്ളാഹു എഴുന്നേൽപ്പിക്കും. അപ്രകാരം എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിത്തിൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കും. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നു. അമ്പത്തിനാക്കും മിനൽ അർളി നബാത്ത, നിങ്ങളെ വിത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഒരു സെല്ല്, ഒരു മുടിയുടെ ഇഴയിൽ നിന്ന് നിങ്ങളുടെ സെല്ല് ഉരുത്തിരിച്ചെടുത്ത് അതിലൂടെ നിങ്ങളുടെ പ്രതിരൂപം സൃഷ്ടിക്കുന്ന ക്ലോണിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം
നിലനിൽക്കുന്ന പുതിയ ലോകത്ത് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. പക്ഷേ ആ ഒരു സെല്ലിനെ ഉരുത്തിരിച്ചെടുക്കാൻ കോടിക്കോടി ബില്യൺ ഡോളർ മനുഷ്യനെ ചെലവാക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു ഡോളിയെ സൃഷ്ടിച്ചതിലൂടെ മനുഷ്യൻ എന്താക്കി? അത് അവസാനിപ്പിച്ചു. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലയോ, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ സത്യപ്പെടുത്തുന്നില്ല? അഫറഅയ്തും മാ തുംനൂൻ, ആ ബീജബിന്ദുവിനെ കുറിച്ച് നീ എന്ത് പറയുന്നു? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അതിനെ സംവിധാനിക്കുന്നവൻ നീയാണോ നാമാണോ? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലം. അള്ളാഹനെ നന്നായി ബോധ്യപ്പെട്ടവന് പ്രപഞ്ചത്തിലേക്ക് നോക്കും. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിലുള്ള നിങ്ങളുടെ ബോധ്യം, പടച്ചോനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗാഢമായ തിരിച്ചറിവ്, അത് അഗാധമാവണമെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നൽകിയ ചിന്ത കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൃഷ്ടാവെന്ന് പറയുന്ന ഒരു മഹാ ശക്തിയെ നിഷേധിച്ചുകൊണ്ട് തോന്നിവാസിയാകാനുള്ള ലൈസൻസാണ് എന്ത്? നിരീശ്വരവാദം. അവരെക്കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട്, അവർ വായ കൊണ്ട് നിഷേധിക്കും, വസ്തൈഖനത്ഹ അൻഫുസുഹും, ഉള്ളെന്താക്കും? സത്യം അപ്പോഴും സമ്മതിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം കർമ്മതലത്തിൽ 3. അപ്പം ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ 10 മിനിറ്റ് പിന്നെ വീണ്ടും എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഈ കലാനാഥൻ എന്ന് പറയുന്ന സാറ് എഴുന്നേറ്റ് പിന്നെ പഠിച്ചനോട് തെറി അറിയാൻ തുടങ്ങി. കാരണം മനുഷ്യൻ 3ആയി വിഭജിക്കപ്പെടുന്നുവെന്നും മൂന്നാമത്തെ മഹാ അഹങ്കാരികളാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഖുർആൻ്റെ ആ ലുൽമൻ വൗലുവ എന്നുള്ള വാക്കുണ്ടല്ലോ, ഇയാളെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു. അപ്പം ഇദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞത്, ഇയാൾ പറഞ്ഞതിൽ കളവാണ്. ഇതേത് കാലത്താന്ന് നോക്കണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവം ഞാൻ ഈ പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത്, ആ സരസ്വരു വലിയൊരു അവിടെ ഒരു ഗ്രൗണ്ടിൽ കണ്ടമാനം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അത് RSSൻ്റെ സംസ്കൃതി എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് അത് നടത്തിയത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ആ സരസ്വനോട്, ഇദ്ദേഹം കളവാണ് പറയണത്. ഈ അള്ളാഹു എന്നുള്ളത് ഇയാളുടെ ഇവരിലും പൂജിക്കുന്ന കുലദൈവത്തിൻ്റെ പേരാണ്. ആ അള്ളാഹിൻ്റെ സ്വഭാവങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ഇദ്ദേഹം സംസാരിക്കുകയാണ്. ഇന്ന് ആ സംസാരവും അത്തരത്തിലുള്ള ജൽപ്പനങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ എന്താണ്? വളരെ വ്യാപകമായി നടക്കണു. അപ്പോൾ പുറത്തു പോയിട്ട് എനിക്ക് അള്ളാഹിനെ അറിയുമെന്ന് ചോദിച്ചാൽ അയാൾ പറയും, അത് നിങ്ങളെ ഒരു ദൈവമല്ലേ, ഒരു കുലദൈവമല്ലേ എന്ന് പറയും. ഞങ്ങൾ പണ്ട് ഇവിടെ ഈ കോഴിക്കോട് ഈ ബീച്ചിൽ വൈകുന്നേര സമയത്ത് നമ്മളിങ്ങനെ നടക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറും കൂടി അന്നിങ്ങനെ പോയപ്പോൾ ഒരാൾ ഇങ്ങനെ തനിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, പിന്നെ നിങ്ങളെ ഈ കഴുത്തിൽ എന്തൊരു മുറിവ് കാണുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ഹാൻഡിക്കാപ്ഡായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഓൾക്കൊരു ജീവൻ കൊടുക്കാൻ വെച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ഓളെക്കൊണ്ട് എൻ്റെ ജീവിതം തൊലഞ്ഞു. അപ്പോൾ സഹിക്കവയ്യാതെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആ കയറിന്ന് പൊട്ടി വീണപ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ട വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വരണ്ട്. അപ്പോൾ അയാളെ സങ്കടം കേട്ടപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാനെ അറിയാമെന്ന് ചോദിച്ചാൽ അയാളെ ഞാൻ എവിടേക്ക് കേട്ടിക്കണെന്ന് അറിയാം. അയാളെ ഞാൻ എവിടേക്ക് കേട്ടിക്കണു. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു. അൽഹംദുലില്ലാ, എൻ്റെ സുഹൃത്ത് അവസാനം അദ്ദേഹത്തിൻ്റെ ഫിത്രത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ ശുദ്ധബോധത്തിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അയാളെ ഞാൻ എവിടെ കേട്ടിക്കണമെന്ന് അയാൾ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഞാൻ അയാളെ എവിടെ കേട്ടിക്കണമെന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാവരും അധികവും പറഞ്ഞ കേൾക്കല് അത് മുസ്ലിങ്ങളുടെ കുലദൈവമാണ്, അവരുടെ ആരാധ്യ വസ്തുവാണ് എന്നെല്ലാമാണ് പറഞ്ഞേക്കല്. പക്ഷെ ഒരാൾ മാത്രമാണ് അയാളെ എവിടെ കേട്ടിക്കണമെന്ന് പറഞ്ഞത്, കണ്ണൂരുകാരനാണ്. അപ്പോൾ അയാൾ ബോധ്യപ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിനത് തിരിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യരെല്ലാവരും ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ ആയത്തിൻ്റെ വെളിച്ചത്തിൽ
ഒരു മഹാശക്തിയെ അവനെ സമ്മതിക്കുന്നുണ്ട്, അവരുടെ സൃഷ്ടാവിനെ സമ്മതിക്കുന്നുണ്ട്. പുതിയതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊരു വലിയ പ്രശ്നമല്ലേ? എന്ന് നമ്മൾ ചിന്തിക്കണത് അല്ലേ? ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എൻ്റെ സുഹൃത്ത് അള്ളാഹു നാളെ ചോദ്യം ചെയ്യുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ആഴത്തിൽ ആ വിഷയം സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് പണ്ഡിത സമൂഹം വിസ്മരിച്ച ഒരു വലിയൊരു വിഷയമാണിത്. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്താണെന്നറിയോ? നമ്മെക്കുറിച്ച് തിരിയാത്ത, നമ്മെക്കുറിച്ച് അറിവില്ലാത്തൊരു സമൂഹം നമുക്ക് പിറകിൽ രൂപപ്പെടുകയും അത് പിന്നീട് വലിയൊരു സാമൂഹിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇന്ന് അത് അതിൻ്റെ ഒരു മധ്യഭാഗത്ത് എത്തി നിൽക്കുകയാണെന്നത്. നമുക്ക് ചുറ്റും മുസ്ലിം സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് എല്ലാ പേടിയും അതുപോലെ തന്നെ അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകളും പറഞ്ഞ് മനുഷ്യരുടെ മനസ്സിൽ ഒരു ജനതയെക്കുറിച്ചൊരു സമൂഹത്തെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്ന, അവർ ഉൾക്കൊള്ളുന്ന ശുദ്ധമായ മാനവികൊരു ബോധത്തെ വളരെ ഭീകരതയുടെ അടയാളമായി നിരന്തരം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളെക്കാളും വലിയ പ്രസക്തിയും അതുപോലെ തന്നെ വലിയ ഗൗരവവുമേറിയൊരു വിഷയമാണിത്. ഇത് പറയാതിരുന്നാൽ, നിങ്ങൾ ആരാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാത്തൊരു സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞാൽ മറുപുറത്ത് നിങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടക്കുകയും ചെയ്ത് അത് ചുറ്റുപാടിലുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷയമായി മാറുകയും ചെയ്താൽ ഉണ്ടാകുന്നൊരു അപകടമുണ്ട്. അത് ഇന്ന് കുറേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് വളരെ നന്നായി പഠിച്ച് മനസ്സിലാക്കി സാധ്യമാകുന്ന രൂപത്തിൽ ഓരോ മനുഷ്യനോട് ഞാൻ ആരാണെന്ന് എനിക്കറിയോ എന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അത് പുസ്തകം കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല, മറ്റെന്തെങ്കിലും കൊടുത്താലും നടക്കൂല. നിത്യജീവിതത്തിൽ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും ഇടപെടൽ കൊണ്ടുമെല്ലാം തന്നെ തിരുത്തി കൊടുക്കേണ്ട കുറേ സംഗതികളാണ്. ഇന്നിപ്പോൾ എന്നെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്താ ചെയ്യുക? മാക്സിമം തെറ്റിദ്ധാരണ നീക്കാനുള്ള ശ്രമം നടത്തും. നിങ്ങൾ നോക്കൂ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒന്നിനെക്കുറിച്ച് ഭീകരമായ തെറ്റിദ്ധാരണ നിലനിൽക്കുമ്പോഴും ആരെങ്കിലും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെയല്ല ഞങ്ങളെന്ന് പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു വിഷയം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, ഈ ഇലക്ഷൻ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം പറഞ്ഞു, കേരളീയ മുസ്ലിങ്ങൾ 101% അവരാരാണ്? മതേതരവാദികളാണ്. മുസ്ലിം ലീഗ് ആ സംഗതി നടത്തുന്നു, പക്ഷെ അവരിൽ ആ പേര് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഏതാ പേര്? ആരെങ്കിലും അഡ്രസ്സ് ചെയ്തോ? അവർ ഈ മനുഷ്യത്വം അവരിൽ നിലനിൽക്കുന്നത് എന്തിൻ്റെ കാരണമായിട്ടാണ്? അവർ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരേ സമയം 2 രൂപത്തിലാണ് ഒരു വിഷയത്തെ അവതരിപ്പിച്ചത്. ആരും അഡ്രസ്സ് ചെയ്തില്ല. നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്ത്? 101% ഇവരാരാണ്? മതേതരവാദികളാണ്. പക്ഷെ അതിൽ ആ പേര് മാത്രമേ ഉള്ളൂ. എന്ത് പ്രശ്നം? എന്നും അതന്നെയാണ് ഇവർ പ്രശ്നമായിട്ട് പറയണതേ. അപ്പം ഞമ്മക്കും തിരിഞ്ഞിട്ടില്ല എന്താ സംഭവം. അപ്പം ഞാനൊരു ചോദ്യങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ? എന്താ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ? മുസ്ലിമായി എന്നല്ലേ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ആയത്? എന്താണ് ആയത്? ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്, എന്താണ് മുസ്ലിം ആകല്? അതും കൂടി അറിയണമല്ലോ. നമ്മളെ പ്രശ്നം അതാണ്. നമ്മൾ പറയണതിനെ നമുക്ക് അറിയണില്ല. ഞാൻ മുസ്ലിമാന്ന് പറയണു. എന്താ മുസ്ലിമാന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക്
കീഴ്പ്പെട്ടവൻ, അനുസരിച്ചവന്. ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു പ്രപഞ്ചനാഥന് കീഴ്പ്പെട്ടെന്ന അർത്ഥത്തിലാണോ ഓലത് മനസ്സിലാക്കിയിട്ടുള്ളത്? ആണോ? ഒരു മതത്തിൻ്റെ വാക്താവ് എന്ന നിലക്കാണ്. അല്ലെങ്കിൽ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഭീകരവാദിയാകുക, മതം മാറുക. ഒരാൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അയാൾ ആരായി? മതം മാറി. അർത്ഥം പറയണതാ, മതം മാറി. അപ്പോൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അയാൾ മതം മാറി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ മതം മാറുക എന്നതിൻ്റെ അർത്ഥം എന്നാണ് അയാൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞ തിരിച്ചങ്ങക്ക് വളരെ തെറ്റായ രൂപത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. നമ്മളും അങ്ങനെ തന്നെയാണ്, ഇത് കേൾക്കുന്നവനും അങ്ങനെ തന്നെ. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ചുറ്റുള്ളവരാരാണ്? അറബികളാണ്. ഒരു പ്രവാചകൻ, അറബിയായ പ്രവാചകൻ അറബി ഭാഷയിൽ നിപുണരായ ഒരു സമൂഹത്തോട് അസ്ലിം അല്ലെങ്കിൽ അസ്ലിമു എന്ന് പറയുമ്പോൾ ആ വാക്കിനെയാണോ അവർ കേട്ടിട്ടുണ്ടാകുക, ആ വാക്കിൻ്റെ ഉള്ളിലുള്ള ആശയത്തെയാണോ ഉൾക്കൊണ്ടിട്ടുണ്ടാകുക? എന്തേ കാര്യം? നിങ്ങൾ പറയും. ആശയത്തെ. ഇപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാക്ക് കേൾക്കലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഈ വാക്ക് വിഭാവനം ചെയ്യുന്ന, സൃഷ്ടിക്കുന്ന ഒരു ആശയത്തെയാണ് നിങ്ങൾ എന്താക്കുന്നത്? മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ആശയത്തെ അവതരിപ്പിക്കാനാണ്, പ്രകാശിപ്പിക്കാനാണ് നമ്മൾ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് ചുറ്റുള്ള ഒരു വലിയൊരു ജനതക്കും ഇസ്ലാം എന്ന വാക്ക്, മുസ്ലിം എന്ന വാക്ക്, നബി എന്ന വാക്ക്, ഖുർആൻ എന്ന വാക്ക് അത് അർത്ഥസമ്പൂർണമായൊരു വാക്കായിട്ടാണോ അതിനെ ഉൾക്കൊള്ളുന്നത്, അതോ അർത്ഥമില്ലാത്ത എന്തോ ഒരു ജടിലമായൊരു വാക്കായിട്ടാണോ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഞമ്മക്കും അറിയില്ല, ഓൽക്കും അറിയില്ല ഇതെന്താണ് ഈ പറയണത്. ഞമ്മക്കും അറിയില്ല, ഓൽക്കും അറിയില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് കേരളത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചങ്ങായി വന്ന്, ഒരു സ്ത്രീയെ കൂട്ടിയിട്ട് വന്ന്. നമ്മളങ്ങനെ പെണ്ണുങ്ങളുടെ വിഷയത്തിലൊന്നും നമ്മൾ ഇടപെടാറില്ല, പൊതുവെ സംസാരിക്കാറില്ല ഞാൻ. അപ്പോൾ അയാൾ വന്നിരുന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. അപ്പോൾ അവർ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അവൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. എൻ്റെ അമ്മാവൻ്റെ മോനാണ് ഇവന്. ഞാൻ കുറേ പറഞ്ഞു നോക്കി, അതിൽ ഒഴിവാക്കുന്നത് പറഞ്ഞു നോക്കി, പക്ഷേ ഓനത് സമ്മതിക്കുന്നില്ല. പക്ഷേ അവൾക്ക് ഇവന് വിവാഹം കഴിക്കണം, ഇവനക്കും താല്പര്യമുണ്ട്. എന്താ ഇപ്പം ചെയ്യുക എന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ അവരോട് പറഞ്ഞ്, ഞാൻ എന്താക്കൂല, അവരുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഞാൻ മതം മാറൂല. എന്താണ്? ഞാൻ മതം മാറൂല, നിങ്ങളനുസരിച്ച് ജീവിച്ചോളൂ, ഞാനനുസരിച്ച് ജീവിക്കാം. അപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? നിങ്ങൾ ഇവിടെ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവർ വന്ന്, അപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം നമ്മളെ അടുത്ത് വന്ന് ഇരിക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ട്. കാരണം ഒരു മുഖാമുഖല്ല ഇരിക്കണം, ഇങ്ങനെ തലയിരിച്ച് കാലിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നെറ്റിയിട്ട് വളരെ നെറ്റിയിൽ ഇങ്ങനെ ചുളിച്ച് വളരെ പുച്ഛഭാവേനയാണ് ഈ സഹോദരി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ അസ്വസ്ഥത ഉണ്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് റിലാക്സ് ആകണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ടൊന്ന് വരാം. അല്ല, എനിക്കതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കോർട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ധരിക്കേണ്ട, നിങ്ങൾ മതം മാറിയ ആളാണോ എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം എന്ന വാക്കിന് ഒരു അറബി ചോദിക്കും, എൻ്റെ അർത്ഥമുണ്ട്, അഥവാ നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടവളാണോ എന്നാണ് സ്ത്രീ ഉടനെ പറഞ്ഞു, ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒന്നും എനിക്ക് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ മതം മാറാനൊന്നും ഞാൻ പ്രേരിപ്പിക്കില്ല, ഞാനൊരു മതത്തിൻ്റെ ആളുമല്ല. ഒരു കോർട്ട് പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാണ് നിങ്ങൾക്ക് ഞാനെന്ന് പറഞ്ഞു. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അവിടെ പോയിട്ട്. അൻതി മുസ്ലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കൽ ഇനി മതം മാറിയിക്കണോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുക. അവർ ചോദിക്കുന്നത് നിങ്ങൾ ഏകനായ ദൈവത്തിന് കീഴ്പ്പെട്ട വ്യക്തിയാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തെ നിങ്ങൾ കാണണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുത്തു. ഞാനിപ്പോൾ സംസാരിക്കുന്നു, നിങ്ങളെൻ്റെ വാക്കുകൾ കേൾക്കുന്നു.
വാക്കുകൾ കേൾക്കുന്നതിനപ്പുറം ആ വാക്കിൻ്റെ ഉള്ളിലുള്ള ആശയത്തല്ലേ നിങ്ങൾ ഉൾക്കൊള്ളുന്നത്? ആശയമില്ലാത്തൊരു വാക്ക്, ഒരർത്ഥമില്ലാത്ത വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയും? എവിടെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ലോകഭാഷയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷയാണേത്? അറബി ഭാഷ. ലോകസ്ഥാനത്ത് ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഏതൊരു വാക്കിനും എന്തുണ്ട്? ഒരർത്ഥമുണ്ട്, ഒരു ആശയമുണ്ട്. അപ്പോൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ പടച്ചോന് കീഴ്പ്പെടുക എന്നാണ്. എന്താണ്? പടച്ചവന് കീഴ്പ്പെടുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരാളോട് പറയാൻ എളുപ്പമാണോ? അല്ലേ? ആണോ? അല്ലേ? ആണോ? ആണ്. പടച്ചോന് കീഴ്പ്പെടുക. അപ്പോൾ പടച്ചോനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഭാഷയിൽ ദൈവം ആരാണ്, ദൈവത്തിന് കീഴ്പ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് എന്താക്കാം, പറഞ്ഞു കൊടുക്കാം. ഒരു വിഷയവുമില്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് ആരെക്കുറിച്ചല്ല, മതത്തെക്കുറിച്ചല്ല, നാം പൂജിക്കുന്ന ഏതെങ്കിലും ആരാധ്യ വസ്തുവിനെ കുറിച്ചല്ല. നമ്മൾ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? എന്നെയും എനിക്ക് ചുറ്റുമുള്ള സകല ജീവജാലങ്ങളെയും എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സഹജീവികളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ഒരു നാഥനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ലളിതമാണോ? അല്ലേ? ലളിതം. അപ്പോൾ ലളിതമാണെന്ന് പറഞ്ഞില്ലേ? മാഷാ അല്ലാ. ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെ പേടിയെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ ഒന്നും അർത്ഥവും ആശയവും നമുക്കറിയാത്താണ് അടിസ്ഥാന പ്രശ്നം. അതിനാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥവും ആശയവും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ എല്ലാ കാര്യങ്ങളും എന്താവും? എളുപ്പമാകും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ വളരെ ശ്രദ്ധേയമായ ചിന്താർഹമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സായാഹ്നത്തിൽ ചർച്ച ചെയ്യുന്നത്. പൊതുവേ വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഇത്തരം സദസ്സുകൾ നമ്മൾ വീക്ഷിക്കാറ്, കേൾക്കാറ്. എന്നാൽ നമ്മുടെ മാറിയ സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി മുഖവിലക്കെടുത്ത് അതിനെ എങ്ങനെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ നന്നായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മെക്കുറിച്ചും പ്രവാചകന്മാർ ഉയർത്തിയ ജീവസുറ്റ മാനവികമായ ഒരു ദർശനത്തെക്കുറിച്ചും വളരെ വ്യാപകമായി തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ നിലനിൽപ്പും നമ്മുടെ തലമുറകളുടെ കാലുറപ്പിനും വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അമ്പിയാക്കന്മാരെ മനുഷ്യനോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായി അവൻ്റെ തന്നെ ഉള്ളിലുള്ള സത്യത്തെ നമ്മുടെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും ഇടപെടൽ കൊണ്ടുമെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ, നിത്യേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനങ്ങളുടെ അർത്ഥമോ ആശയമോ അറിയാത്ത ഒരു സമൂഹമാണ് നമ്മൾ. ഇപ്പം മഗ്‌രിബിന് ബാങ്ക് കൊടുത്തില്ലേ, ആ വിളിക്ക് ഉത്തരം നൽകി ഇവിടെ വന്ന എത്ര ആളുകൾക്ക് ആ കൊടുത്ത ആ ഉപയോഗിച്ച വാക്കുകളുടെ അർത്ഥം അറിയും? എത്ര ആളുകൾക്കറിയും? നിങ്ങൾക്കറിയോ? കേരളത്തിൽ പോലും ഈ ബാങ്ക് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പോലും. ഉത്തരേന്ത്യയിൽ അത് വളരെ വ്യാപകമായി നടക്കുന്നു. നമ്മിൽ എത്ര പേർക്കറിയാം ഈ കൊടുക്കുന്ന ബാങ്കിൻ്റെ അർത്ഥം? എന്നാ ഒരു അറബിക്ക് ബാങ്ക് എന്ന് പറയുന്ന വാക്കറിയോ? നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ അറിയില്ല. ആ ശബ്ദം കേട്ടാൽ അയാൾ കേൾക്കുന്നത് എന്ത് വാക്കാന്ന് വിചാരിക്കും. കാരണം ബാങ്ക് എന്നുള്ളത് ഫാരിസി ശബ്ദമാണ്.
അത് അറബി വാക്കല്ല. അറബികൾ ആ കൊടുക്കുന്നതിന് എന്താണ് പറയാ? അദാൻ എന്നാണ് പറയാ അറബികൾ. അവർ അറബിയോട് ബാങ്ക് കൊടുത്ത് പറഞ്ഞാൽ അയാൾ മേലേക്ക് നോക്കി നിൽക്കും. അപ്പൊ അവനോട് പറയണം അദാനായി, അദാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അയാൾക്ക് അദാൻ എന്ന വാക്ക് ഉപയോഗിച്ചാലേ അയാൾക്ക് അറിയുള്ളൂ. നിങ്ങൾ നോക്കൂ, വാക്ക് ഒരു ആശയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അത് കേൾക്കുന്ന ഒരു വലിയൊരു സമൂഹം എന്താണ് മനസ്സിലാക്കണമെന്ന് അറിയോ? അത് നമ്മളോടുള്ള വരാനിരിക്കുന്ന ഒരു അപകടകരമായ ഒരു പ്രതിസന്ധിക്ക് വളമിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദം എന്ന് നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പോൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കണു. ഇതിലും നിൽക്കാൻ പോവുക. അപ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് ശരിയായൊരു അറിവ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഉദ്ദേശിച്ചതുപോലല്ല, ഇത് അക്ബറിനല്ല വിളിക്കുന്നത്. ആ വാക്കുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവാണ്, മഹോന്നതൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരാൾക്ക് തിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ ഉരുവിടുന്ന ഒരു വാക്കിൻ്റെയും അർത്ഥമോ ആശയമോ നമുക്കറിയില്ല. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കൊടുക്കുന്ന ബാങ്കിൻ്റെ വരികളുടെ അർത്ഥം ഈ മസ്ജിദിന്റെ മുമ്പിൽ എഴുതി വെക്കേണ്ടതുണ്ട്, അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ഈ കമ്മിറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതിലൂടെ കടന്നു പോകുന്ന ഒരാള് ബാങ്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ട് അയാൾ ഇങ്ങനെ ഒന്ന് നോക്കി വായിക്കുകയാണ്. അയാളുടെ നമ്മുടെ സമൂഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയിൽ, ശൈലിയിൽ ആ വാക്കിനെ നേരെ പരിഭാഷപ്പെടുത്തി നിങ്ങൾ ഇവിടെ ചുമരിലോ അല്ലെങ്കിൽ ഒരു ബോർഡിലോ എഴുതി വെച്ചാൽ ആരെങ്കിലും ഇത് വായിക്കാതിരിക്കില്ല. അപ്പോൾ എനിക്ക് തിരിയും, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കും. ഞാനൊരാളെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കണ്ടു. അയാൾ അവിചാരിതമായി നമ്മുടെ ക്ലാസ്സിൽ എത്തിപ്പെട്ടതായിരുന്നു, ഒരു സുഹൃത്ത് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ്സിൽ വരും. അങ്ങനെ ഔക്കാഫിൻ്റെ ഒരു എക്സാം കഴിഞ്ഞ് എല്ലാവരോടും ഇതുവരെ കേട്ട അവരുടെ അനുഭവം ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ക്ലാസ്സിൽ അവർക്ക് കിട്ടിയ ഏതെങ്കിലും തരത്തിൽ ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. കാരണം ഞാൻ പല ആളുകളോടും ഞാൻ തെറ്റായിട്ടൊരു മെസ്സേജ് കൈമാറിയിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഈ കൊടുക്കുന്ന ബാങ്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഇന്നതാണ് എന്ന് പറഞ്ഞ് വളരെ ഭീകരമായ രൂപത്തിൽ അദ്ദേഹം അതിനർത്ഥം പറഞ്ഞു. അത് ഞാൻ പല ആളുകളിലേക്കും കൈമാറുകയും എന്നെ പഠിപ്പിച്ചതനുസരിച്ച് അവിടെ കാട്ടിക്കൂട്ടുന്ന ഈ കുമ്പിടലും നിവരലുമെല്ലാം അത് പിന്നീട് ഉള്ള ഒരു അതിനുള്ള ഒരുക്കമാണെന്ന് എന്നെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പലയിടങ്ങളിലും പോയി അത് നോക്കി നിന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എൻ്റെ മേലെയുള്ളവർ എന്നോട് പറഞ്ഞു തരുന്നത് സത്യമാണ് എന്ന്. പക്ഷേ അദ്ദേഹം പിന്നീട് ഇങ്ങനെ കരയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് പലതവണ ഈ അർത്ഥം കേട്ടപ്പോഴും ഒരിക്കലും പലതവണ നോണ പറയില്ലല്ലോ. പിന്നെ ഞാൻ സ്വയം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം നിലനിൽക്കുന്നു. എൻ്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം നിലനിൽക്കണു. ഞാൻ എത്രയോ ആളുകളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ പാപത്തിന് ഞാൻ എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്നാണ് അയാളുടെ ചോദ്യം. ആ സമയം അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് പിന്നീട് ഡൽഹിയിലെ അവരുടെ ഒരു സമ്മേളനത്തിൽ ഒരു സ്ത്രീ ആ സഹോദരൻ പറഞ്ഞതുപോലെ ആ സ്ത്രീ പ്രഭാഷണം നടത്തുമ്പോൾ അവർക്ക് ഹാരമണിയുന്ന സന്യാസിമാരെ കണ്ടു. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ത്രീ ഇതെന്താണ് ഇതിൻ്റെ അർത്ഥമെന്നും സ്വലാത്ത് എന്താണെന്നും സക്കാത്ത് എന്താണെന്നും ഹജ്ജ് എന്താണെന്നും ഭീകരമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരു സ്ത്രീ. ഒരു സന്യാസികളുടെ, നിങ്ങൾ വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. അത് അവതരിപ്പിച്ച ഒരു സഹോദരിക്ക് അവിടെയുള്ള സന്യാസി വര്യന്മാർ
മാല അണിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും തമാശയായിട്ട് കാണേണ്ടതല്ല എന്നാണ് പറഞ്ഞത്. അവർ പാവങ്ങളാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ കാഴ്ചപ്പാട് വളരെ പാവപ്പെട്ട ഒരു സമൂഹം, നമ്മുടെ സഹോദരന്മാർ, നാം സ്നേഹിക്കേണ്ട, ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട നമ്മുടെ സഹോദരന്മാർ. ആരാണ് അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് അവരെ നയിച്ചത്? നമ്മുടെ പണി എന്തായിരുന്നു? നമ്മുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? ചിന്തിക്കേണ്ടതില്ലേ? നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര ആൾക്കാരാണ് ഇരിക്കുന്നത്? വളരെ കുറഞ്ഞ ആൾക്കാർ മതി. ഞാൻ അതല്ല പറയണത്. നമ്മളെ സമൂഹത്തിന് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കിടയിൽ ജീവിക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരോട് പുലർത്തേണ്ട നീതിബോധമുണ്ടായിരുന്നു. വ്യത്യസ്ത മതങ്ങളുടെ വാക്താക്കളായി കണ്ട് മനുഷ്യർക്കിടയിൽ മതവും ജാതിയും പറഞ്ഞ് അവരെ വേർതിരിച്ച് ഇങ്ങനെ അതുകൊണ്ട് മാത്രം കുറേ കളികൾ ഇങ്ങനെ കളിക്കുന്നതിന് പകരം ഒരു പ്രവാചകന്റെ മനസ്സ് പേറേണ്ടതുണ്ട്. നമ്മൾ കാരുണ്യത്തിൻ്റെ മനസ്സ് പേറേണ്ടതുണ്ട്. മനുഷ്യനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ട് പ്രവാചകന്മാരെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നിടത്താണ് ഒരു നല്ലൊരു സമൂഹം രൂപപ്പെടുക. തെറ്റിദ്ധാരണയില്ലാത്ത, പരസ്പരം അടുത്തും അറിഞ്ഞും ഉൾക്കൊണ്ടും ജീവിക്കുന്നൊരു സമൂഹം രൂപപ്പെടുക. ഇന്ന് അതെല്ലാം അസ്തമിച്ചിരിക്കണു. നമ്മളെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കി. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഫാത്തിഹ അദ്ദേഹം പാരായണം ചെയ്തില്ലേ? ഫാത്തിഹയുടെ അർത്ഥം എത്ര ആൾക്കാർക്ക് അറിയും? എത്ര ആളുകൾക്കറിയും? ഇതുപോലെയാണ് നമ്മൾ ദിനേന നിത്യവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ, ഇസ്ലാം, മുസ്ലിം, കാഫിർ, മുഷിരിക്ക് എന്ന വാക്കല്ലോ. അപ്പം നമ്മൾ ഇതിനെല്ലാം നമ്മൾ തന്നെ ഭീകരവൽക്കരിച്ചു. എങ്ങനെ ഭീകരവൽക്കരിച്ചത്? പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളായി നമ്മൾ ഇതിനെ കൊണ്ടാടി. അപ്പോൾ പുറത്തു നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കും, പ്രസംഗിക്കും കവലകളിൽ, നിങ്ങൾ കാഫിരീങ്ങളെ പോലാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ കാഫിരീങ്ങളെ പോലാകും. അപ്പോൾ മനസ്സിലാക്കണം, കണ്ടോ ഇയാൾ തെറി പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയായ പ്രവാചകൻ ഈ വാക്കുകളെല്ലാം ഉരുവിട്ടോ ഇല്ലേ? ആരെങ്കിലും ഞങ്ങളെ മുഹമ്മദ് ഇന്ന വാക്കുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞൊരു ചരിത്ര സംഭവം കാണാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉരുവിട്ട എല്ലാ വാക്കിൻ്റെയും അർത്ഥവും ആശയവും അറബികൾ എന്ന നിലക്ക് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബോധ്യമുണ്ടായിരുന്നു. കേൾക്കുന്ന മാത്രയിൽ തന്നെ അവരുടെ ചിന്തയിലൂടെ, മനസ്സിലൂടെ ആ വാക്കിൻ്റെ ജീവസുറ്റ അർത്ഥവും ആശയവും കടന്നു പോയിരുന്നു. എന്നാൽ നാം ഇതിനെ കൊണ്ടാടുമ്പോൾ, ഈ വാക്കുകളെ നിരന്തരം ഉരുവിടുമ്പോൾ, നമുക്ക് തന്നെയും നമുക്ക് ചുറ്റുമുള്ളൊരു സമൂഹത്തിനും ഈ വാക്കുകളുടെ ഒന്നും തന്നെ അർത്ഥമോ ആശയമോ അറിയാത്ത സാഹചര്യം വന്നിരിക്കണു. അപ്പോൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ സമൂഹങ്ങൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും പരസ്പരമുള്ള കൊടുക്കലും നന്മയുടെ കൊടുക്കലും വാങ്ങലും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മളിങ്ങനെ ആകുലതപ്പെടുകയാണ്. ഇതാ ഇങ്ങനെ വരുന്നു. പക്ഷെ നമ്മളുടെ തകരാറുകൾ എന്താണ്? നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? നമ്മളിങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചാൽ മതിയോ? വളരെ സിമ്പിളായ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇതെന്തുകൊണ്ടാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഖുർആൻ പഠിക്കണം. നിങ്ങൾ നോക്കൂ, ഒരു മലയാള വാക്കിന് ഇപ്പം ഞാനും ഇദ്ദേഹവും കൂടി തർക്കിക്കുകയാണ്, ഒരു ഹിന്ദി വാക്കിൽ തർക്കിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തൊരു ഹിന്ദി അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഒരു ചിന്തയുള്ളൊരു മനുഷ്യനാണെങ്കിൽ പറയും, നോക്കൂ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്നറിയാൻ അവിടെ ഒരു ഹിന്ദി അറിയുന്ന ഒരാളിരിക്കണോ, അയാളോട് പോയി ചോദിക്കുമെന്ന് അറിയില്ലേ? അപ്പോൾ അയാൾ വന്നിട്ട് പറയും, നോക്കൂ അതിൻ്റെ അർത്ഥം എങ്ങനെയെന്ന് പറയും. നമ്മൾ സ്വീകരിക്കൂലേ? സ്വീകരിക്കും. അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ശരിയായ അർത്ഥവും ആശയവും പറഞ്ഞു തരേണ്ടത് ആരാ? ആ ഭാഷയിൽ പിറന്നു വീണ പണ്ഡിതന്മാരാണ് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഖുർആൻ ഒന്ന് എടുത്തു നോക്കുക. നമ്മൾ അർത്ഥമറിയാതെ ഉരുവിട്ടു പോകുന്ന ഈ വാക്കുകൾക്കെല്ലാം തന്നെ ഒരു അറബി മുഫസ്സിർ, അതിനെ വ്യാഖ്യാനിക്കുന്ന അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ളൊരു പണ്ഡിതൻ
എല്ലാ വാക്കുകൾക്കും അർത്ഥം പറഞ്ഞു പോകും. ഇസ്ലാം എന്ന വാക്ക് കടന്നു വരുമ്പോൾ അൽ ഇസ്ലാം ഹുവൽ ഇസ്തിസ്ലാമു എന്ന് പറയും, അൽ മുസ്ലിം ഹുവൽ മുസ്തസ്ലിമുൽ ഹുക്മില്ല എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ വാക്കുകൾക്കും അർത്ഥം പറഞ്ഞു പോകും. ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകളുടെ എല്ലാം തന്നെ അർത്ഥവും ആശയവും അയാളുടെ ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് താനും. എന്നാ അത് ഉരുവിടുന്ന നമുക്ക് അർത്ഥം അറിയോ? അറിയൂല. അത് അറിയാതെയാണ് ഈ പുറത്ത് അർത്ഥം പറയാതെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോഴേ, ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോഴേ അള്ളാഹു പ്രവാചകന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഉസൂലുണ്ട്. സംസാരത്തിൽ പോലും സ്വീകരിക്കേണ്ട ഉസൂല്, ഒരു അടിസ്ഥാന തത്വമുണ്ട്. അതെന്താണ്? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സമൂഹം ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത്, അവരുടെ ആശയവിനിമയം നടത്തുന്നത്, ആ ഭാഷയിൽ നിങ്ങൾ എന്താകാൻ പാടുള്ളൂ? സംസാരിക്കാൻ പാടുള്ളൂ. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് നൽകുന്ന ഹുക്കുമാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ആ കൗമിൻ്റെ ഭാഷയിൽ അവർ സംസാരിച്ചു. ലിയുബയ്യിന ലഹും, അവർക്ക് കാര്യം തിരിയാൻ വേണ്ടിയിട്ട്. അപ്പൊ കാര്യം തിരിയാന്നുള്ളത് എന്താണ്? അത് ഷർത്താണ്, അനിവാര്യാണ്. കാര്യം തിരിയാതെ വന്നു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ പ്രഭാഷണങ്ങൾക്ക്, ഘോഷണങ്ങൾക്ക് പ്രസക്തിയില്ല അള്ളാഹു പറയണത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വീകരിക്കുന്ന നിലപാട്, പ്രപഞ്ചനാഥനായ മനുഷ്യ കുടുംബത്തിന് കാരുണ്യമായി നിയോഗിക്കുന്ന പ്രവാചകന്മാരെ അവരുടെ സമൂഹത്തിൻ്റെ ഭാഷയിൽ അവർക്ക് തിരിയുന്ന രൂപത്തിൽ സംസാരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചെയ്തവരാണ്. കാരുണ്യമായി ഇടപെട്ടവരാണ്. എന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. അത് തോന്നാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? നമ്മൾ പക്ക മതവാദികളാണെന്നുള്ളത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ? പക്ക മതവാദികളാണ് ഞങ്ങൾ. ഞങ്ങളെ കാര്യം ഓല കാര്യം നോക്കിക്കോട്ടെ. മനുഷ്യ കുടുംബത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഭിത്തികൾ നിർമ്മിച്ചിട്ട് നമ്മൾ ഒരു പ്രത്യേക മതവിഭാഗമായി ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ്. നമ്മളെ ഒരു ചിന്തയാണ് പ്രവാചകന്മാർക്കെങ്കിൽ എന്തേക്കാരവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ്. നമ്മളുടെ ചിന്താ നിലവാരം എത്രമാത്രം തരം താന്നതാണ്, എത്രമാത്രം തരം താന്നതാണ്. ഞാനൊരു പരിപാടിക്ക് വേണ്ടി പോയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു 90 വയസ്സായ തോന്നിക്കുന്ന ഒരമ്മ പുറത്തു വന്നു. ആ അമ്മ പുറത്തു വന്നപ്പോൾ ആ വീട്ടിലെ ഒരു 7 or 8 വയസ്സായ ഒരു കുട്ടി വന്നിട്ട് ഈ അമ്മ കേൾക്കെ ആ നേതാവിനോട് പറയാണ്, ആ അമ്മൻ്റെ പേര് പറഞ്ഞിട്ട് പറയാണ്, ഇന്ന ആളിതാ വന്നിക്കണെന്ന്. ആ അമ്മ കേൾക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഇതൊക്കെ വല്ലാതെ ടെൻഷനായി. ഒരു 7-8 വയസ്സായ ഒരു കുട്ടി ഒരു 80 or 90 വയസ്സായ അമ്മയെ പേര് പറഞ്ഞ് സംബോധന ചെയ്യണം. ഞാൻ ആ സമയത്ത് ഇങ്ങനെ കേട്ടു, ഈ പ്രദേശങ്ങളിൽ പലപ്പോഴും കലാപങ്ങൾ രൂപപ്പെട്ടത് മനുഷ്യനെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം മനുഷ്യരെ ആദരിക്കാതെ പോയതാണ്. ഞാൻ പറഞ്ഞു തിരിഞ്ഞോ? ആദരിക്കാതെ പോയതാണ്. അവിടെ പണ്ഡിതന്മാരില്ലേ, മദ്രസകളില്ലേ, നിരന്തരം പ്രഭാഷണങ്ങൾ നടക്കണില്ലേ? എന്തുകൊണ്ടാണ് ആ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാതെ വലിയവരെ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കണു, ചെറിയവരെ ആദരിക്കണമെന്ന് റസൂല് പഠിപ്പിക്കണു? ഒരു മനുഷ്യരല്ലേ, ഓലെ ബഹുമാനിക്കേണ്ടതുണ്ടോ? ഇല്ലേ? ആ 90 വയസ്സായ അമ്മയുടെ മകൻ സ്വന്തം അമ്മയെ പേര് പറഞ്ഞൊരു 7 വയസ്സുകാരൻ സംബോധനം ചെയ്യുന്നത് കേൾക്കുമ്പോൾ ആ മകൻ്റെ മനസ്സിൻ്റെ നൊമ്പരെന്തേക്കാരോ? നമ്മളെപ്പാനെ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ പേര് വിളിക്കുക. സഹോദരന്മാരെ, ഒരു സംസ്കാരമല്ലേ നമുക്ക്? ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മുതിർന്നവരെ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടതെന്നുള്ള സംസ്കാരമല്ലേ? നമ്മളിവിടെ ഒരു 60 വയസ്സായ ഒരു രാമൻ എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ രാമേട്ട എന്നല്ല വിളിക്കുക? അങ്ങനല്ലേ വിളിക്കുക? അവിടെ നമ്മളെ വീട്ടിലെ ഒരു 7 വയസ്സായ കുട്ടി അദ്ദേഹത്തിൻ്റെ 20-30 വയസ്സായ മകൻ്റെ മുമ്പിൽ വെച്ചിട്ട് രാമ എന്ന് വിളിച്ച് അങ്ങനെ ഉണ്ടാവും? സുഹൃത്തുക്കൾ, എന്തുകൊണ്ട് ചിന്തിക്കാത്തത് ഈ ഉമ്മത്ത്? ജാതി പേര് കൊണ്ട് വിളിക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ, ഉണ്ടോ അല്ലേ? ഏത് പ്രവാചകനെയാണ് അനുധാവനം ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസ് ഉണ്ട്.
നിങ്ങളുടെ പിതാമഹന്മാർ, നിങ്ങൾ കുടുംബമഹിമ കൊണ്ട് നിങ്ങൾ കുടുംബമഹിമ നിങ്ങൾ പറഞ്ഞു നടക്കരുത്. അവർ നരകത്തിലെ അഗ്നികളാണ് അവരെല്ലാവരും. അങ്ങനെ നിങ്ങൾ കുടുംബമഹിമ പറഞ്ഞു നടക്കുന്നുവെങ്കിൽ നിങ്ങൾ അഴുക്ക് ചാലിൽ മുഖം കുത്തി നീങ്ങുന്ന വണ്ടിനെ പോലെയാണെന്ന് റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ പറയുന്നുണ്ട് കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ആ ഹദീസിന്റെ അപ്പുറത്ത് വേറെ സംഭവം കൂടി റസൂൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളിത് മാത്രമേ പറയുള്ളൂ. മനുഷ്യരെ മനുഷ്യനായി കാണാൻ ആദിക്ക് ശീലിക്കണം. മനുഷ്യരെ എങ്ങനെ ബഹുമാനിക്കേണ്ടത്? എങ്ങനെ ബഹുമാനിക്കേണ്ടത്? അവൻ മനുഷ്യനാണ് എന്നുള്ള നിലക്കാണ് അവനെ ബഹുമാനിക്കേണ്ടത്. അതുകൊണ്ടല്ലേ നമ്മൾ വലിയ വർത്താനം പറയാലോ. ഒരു ജൂതന്റെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ റസൂലുള്ള എഴുന്നേറ്റു. അപ്പോൾ ജൂതന്റെ ശവശരീരമാണെന്ന് പറഞ്ഞു, അല്ല അതൊരു മനുഷ്യന്റെ ദേഹമാണെന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ മനുഷ്യനെ നിങ്ങൾ എങ്ങനെ ആദരിക്കേണ്ടത്? അദ്ദേഹം മനുഷ്യനാണ് എന്നുള്ള നിലക്കാണ് ആദരിക്കേണ്ടത്. അങ്ങനെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇടപെടൽ എവിടെയാണ് നടക്കുന്നത്? നമ്മൾ ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, വാത്തോരാതെ സംസാരിക്കുന്നുണ്ട്. ക്രിയാത്മകമായിട്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടേണ്ടത്? ഇതിൽ ചെറിയ ചെറിയ വിഷയമല്ലേ, പക്ഷെ കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നുന്നുണ്ടോ? വലിയ വിഷയമല്ലത്, വലിയ വിഷയങ്ങളാണ്. നമ്മൾ ചെറുതെന്ന് കാണുന്നത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധിയെ കാണാതെ പോയാൽ നമ്മുടെ മക്കളെ മനുഷ്യരെ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ, അവരുപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് ഇടപെടുവാൻ അവരെ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ സ്വയം പഠിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഈ ഉമ്മത്ത് ഏൽക്കേണ്ടി വരും. അബ്ദുൽ കരീം സൈദാൻ അദ്ദേഹം ഉസൂൽ ദഅവയിൽ ഒരു ജനത മനുഷ്യൻ്റെ ഉൾബോധത്തെക്കുറിച്ച് അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് ആ സ്നേഹത്തിൻ്റെ സന്ദേശം കൈമാറാതെ പോയാലുണ്ടാകുന്ന അപകടത്തെ ഒരു ഖുർആന്റെ ആയത്ത് കൊണ്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. വഇദ് ഖാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഇദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലൂ മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും. നമ്മളെപ്പോലെ അന്ന് സുഖലോലുപരായ ഒരു സമൂഹം വർഗവാദികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലികളിൽ. വർഗവാദികളാകുക, നമ്മളെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നേ. അപ്പോൾ വൈദ് കാലത്ത് ഉമ്മത്ത് മിൻഹും, അവരിൽ ഒരു വിഭാഗം പറഞ്ഞു. ആ ഉമ്മത്ത് എന്നുള്ളതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ വിശദീകരിക്കുന്നത് അവരിലെ പണ്ഡിതന്മാരെന്നാണ്. നിങ്ങൾ നോക്കിക്കോളൂ. വൈദ് കാലത്ത് ഉമ്മത്ത് മിൻഹും വ ഉലമാഉഹും, അവരെ പണ്ഡിതന്മാർ പറഞ്ഞു, പടച്ചോനെ മനുഷ്യൻ്റെ ഫിത്രത്തിനെ, അവൻ്റെ ശുദ്ധബോധത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് ഹുജ്ജത്ത് പൂർണ്ണമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു പറ്റം യുവാക്കളോട് പറഞ്ഞു, ലിമ തഇദൂന ഖൗമൻ, നിങ്ങൾ എന്തിനാ ഓലെ ഉപദേശിക്കാൻ വേണ്ടി പോണ്? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും, അല്ലാഹുലെ നശിപ്പിച്ചോളും. അല്ലാഹുവിനെ നശിപ്പിക്കുമോ? അല്ലാഹു നശിപ്പിക്കൂല. അല്ലാഹു അവൻ്റെ അടിമകൾ അങ്ങനെ നശിപ്പിക്കുമോ? അല്ലാഹു നശിപ്പിക്കൂല. അതുകൊണ്ടാണ് യൂനുസ് പ്രവാചകനെ അല്ലാഹു എടുത്തുദ്ധരിക്കുന്നത്. യൂനുസ് പ്രവാചകനെ അല്ലാഹു ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചു. ആ സമൂഹം മനുഷ്യർ പാവങ്ങളാണ്. അവർക്ക് അവരുടേതായിരിക്കുന്ന ചിന്തകളും അവരുടേതായിരിക്കുന്ന ലോകവും ഉണ്ട്. ഒരു പക്ഷേ അവർ തെറ്റായി പ്രതികരിച്ചേക്കാം. ആ പ്രതികരണത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഹുജ്ജത്ത് പൂർണ്ണമാകുന്നതിന് മുമ്പ് തിരിച്ചുപോയി ആ പ്രവാചകൻ. പ്രവാചകന്മാരിൽ ഒരേ ഒരു പ്രവാചകന്റെ സമൂഹത്തെ മാത്രമാണ് മല പോലെയുള്ള മഹാ അപകടം അവർക്ക് ശിരസിന് മുകളിൽ കൊണ്ടുവന്ന് അത് എടുത്തു നീക്കി അവരല്ലാഹു രക്ഷിച്ചത്. അത് ഏത് സമൂഹത്തെയാണ്? യൂനുസ് നബിയുടെ സമൂഹത്തെ മാത്രമാണ്. യൂനുസ് നബി അവിടുന്ന് പോയി കളഞ്ഞു. ഇവരെല്ലാം അള്ളാഹു വലിയ ഇടപെട്ടോളൂ എന്ന് വിചാരിച്ചു. എന്താ സംഭവിച്ചത്? യൂനുസ് നബിനെ അള്ളാഹു പിടികൂടി. അതുകൊണ്ട് റസൂലുള്ളാഹിക്കുള്ള ഹുക്കുമാണ് ലാ തകുൻ കസ്വാഹിബിൽ ഹൂതി ഇദ് നാദാ ഫഹുവ മക്ദൂം. നീ സ്വാഹിബുൽ ഹൂത്തിനെ പോലാകാൻ പാടില്ല. സ്വാഹിബുൽ ഹൂത്ത് ആരാ? യൂനുസ് നബി. അള്ളാഹിന്റെ റസൂൽ അത് കേട്ടപ്പോൾ വല്ലാതെ വിഷമായി പരിശുദ്ധ റസൂലിന്. കാരണം സ്വഹാബികൾ യൂനുസ് നബി അത്ര മോശമാണെന്ന് വിചാരിക്കൂലേ? വേഗം മിംബറയിൽ കയറി റസൂലുള്ള, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യൂനുസിനെ നിങ്ങൾ എന്താക്കരുത്, എന്നേക്കാളും നിങ്ങൾ താന്നവനായിട്ട് കാണരുത്. നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഒരു ബാലൻസ് ചെയ്യുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റസൂൽദാണ് പറഞ്ഞു ആ ഹുക്മ് നമുക്കും ബാധകമാണ്. റസൂൽദാനോടുള്ള ഓരോ ഹിതാബ് നമുക്ക് ബാധകമാണോ? ചില പ്രത്യേക വിഷയത്തിൽ, വ്യക്തിപരമായ വിഷയത്തിൽ ഒഴിച്ചുള്ളതിൽ മുഴുവനും ഉമ്മത്ത് ബാധകമാണ്. അങ്ങനെ അതാണ് ഉസൂൽ തഫ്സീർ, അതാണ് നമുക്ക് ബാധകമാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എവിടുന്നാണ് പിടിച്ചിട്ട് മുക്കുകയെന്ന് നമുക്കറിയില്ല. എവിടുന്നാ പിടിച്ചിട്ട് മുക്കുകയെന്നറിയില്ല. നമ്മൾ അള്ളാഹിനെ കുറിച്ചെല്ലാം നന്നായിട്ട് പറയും, പക്ഷെ അള്ളാഹിൻ്റെ ഇടപെടൽ കരുതിയിരിക്കണം.
പടച്ചോൻ്റെ ഇടപെടൽ കരുതിയിരിക്കണം ഈ ഉമ്മത്തെപ്പോഴും. ഒരു സമൂഹത്തിന് വേണ്ടി ഇവിടെ ഓതിയല്ലോ, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്. ഇവിടെ പണ്ഡിതന്മാരുണ്ടാവും, നെഹ്വ് അറിയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെ ഇതിൽ അറബി ഭാഷ അറിയുന്ന പണ്ഡിതന്മാർ എത്ര ആൾക്കാരുണ്ട് എനിക്കറിയില്ല. അതിൽ നെഹ്വ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേ ഖുർആനിൽ ഉപയോഗിച്ച അന്നാസ് എന്ന വാക്കുണ്ടല്ലോ, ആ അന്നാസ് എന്നുള്ള അൽ എന്നുള്ളതുണ്ടല്ലോ, അത് ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാമാണെന്ന് പഠിപ്പിക്കുക അറബിയിൽ. ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ യശ്തമിലു ഫീഹി ജമീഉൽ അഫ്രാദി ദുകൂറൻ വ ഇനാസൻ എന്നാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യരായി പിറന്ന ആണും പെണ്ണുമടങ്ങുന്ന മുഴുവൻ മനുഷ്യ സഞ്ചയത്തെയും ഉൾക്കൊള്ളുവാൻ ഉപയോഗിക്കുന്ന അലിഫ്ലാമാണ് അത് എന്നാണ് പറയുക. അതിനാണ് ഇസ്തിഗ്റാഖിൻ്റെ അലിഫ്ലാം എന്ന് പറയുക. അപ്പോൾ അള്ളാഹു സംബോധന ചെയ്യാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരേ. അതിലാരാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു അവൻ്റെ ദാസന്മാരെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത്. നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് നമ്മൾ വർഗവാദത്തിൻ്റെയും മതവാദത്തിൻ്റെയും പേരിൽ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും സൃഷ്ടിക്കുന്നത്. കാണനോ മറ്റോനാണെന്ന് പറഞ്ഞിട്ടാണ്, ആണോ അല്ലേ? ഓൻ അതിൻ്റെ ആള്, ഇവൻ ഇതിൻ്റെ ആള്. സുബ്ഹാനല്ലാ, എന്താണ് നമ്മൾക്ക് ഖുർആൻ നൽകിയ സമ്മാനം ഇതേ ഈ കാലയളവിൻ്റെ ഉള്ളിൽ? എന്താണ്? എത്ര മനോഹരമായിട്ടാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കൽപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രകൃതി ബോധത്തെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയും അത് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അവൻ്റെ തന്നെ ഉള്ളിലുള്ള സത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അല്ലാഹു കൽപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാനപരമായ വിഷയങ്ങൾ പറയുന്നിടത്ത് മുഴുവനും വിശുദ്ധ ഖുർആൻ അന്നാസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഖുൽ യാ അയ്യുഹന്നാസ്, നബിയേ അങ്ങ് പറയണം മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമായി വന്ന പ്രവാചകനാണ്. ഇന്ന് ഈ പ്രവാചകൻ ആരാ പ്രവാചകനാ? മുസ്ലിങ്ങളെ പ്രവാചകൻ. അപ്പം നമ്മൾ പറയും ഞങ്ങളുടെ പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു നെസ്സിന് വിരുദ്ധമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു. ഈ സമൂഹം ഉപയോഗിക്കുന്നത് അറിവുള്ളവരെന്ന് പറയുന്നവരാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളെ പ്രവാചകൻ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ മനുഷ്യ കുടുംബത്തിൽ നിങ്ങൾ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നു. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഖുർആൻ ലാ തഖൂലു റാഇനാ വഖൂലു ദുർന, ദ്വയാർത്ഥമുള്ള വാക്കുകൾ പറയരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യരെ തെറ്റിപ്പിക്കുന്ന അകറ്റുന്ന ഒരു വർത്താനം പറഞ്ഞു പോകരുത്. ഒരു നല്ലൊരു പ്രവാചകനെ ചേർത്ത് പിടിക്കുന്ന, അതുകൊണ്ട് അംർ ഖാലിദ് പറയും നിങ്ങൾ പ്രവാചകന്റെ കണ്ണാവൂ, പ്രവാചകന്റെ ഹൃദയം പേറൂ, നിങ്ങൾ പ്രവാചകന്റെ ദൃഷ്ടി പേറൂ എന്ന് അംർ ഖാലിദ് പറയുന്നുണ്ട്. ഒരു പ്രവാചകനെ ചേർത്ത് പിടിക്കുന്ന, ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്ന വാക്കിൽ പോലും നല്ല സൂക്ഷ്മത പാലിക്കും. ഞങ്ങളെ പ്രവാചകനെ അള്ളാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ട് ഒരു റസൂലിനോട് പറയാൻ വേണ്ടി പറയാ, യാ ഖുൽ നബിയെ അങ്ങ് പറയണം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, ഞങ്ങളിലേക്ക് മുഴുവൻ വന്ന പ്രവാചകനാ. ഒരു സമൂഹത്തെ പൂർണ്ണമായിട്ട് അകറ്റിക്കളഞ്ഞു. അതുപോലെതാണ് വലിയൊരു സമൂഹം മനസ്സിലാക്കി. ഖുർആൻ എങ്ങനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്? ഇപ്പം റമളാൻ കഴിഞ്ഞില്ലേ, തോതാത്ത ദിവസങ്ങൾ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല, ഉറപ്പാ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ്. എന്നിട്ട് നമ്മൾ എന്താ കാട്ടിയത്? ആ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂൽ അതിനെങ്ങനെ വ്യാഖ്യാനം നൽകിയത്? പരിശുദ്ധ സ്വഹാബികൾ എങ്ങനെയാണ് അതിന് വ്യാഖ്യാനം നൽകിയത്? നമ്മൾ ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് എപ്പോഴേലും ചിന്ത വന്നിട്ടുണ്ടോ? അങ്ങനെ ബോധ്യപ്പെടുത്തുന്നിട്ടുണ്ടോ? അതാ പറഞ്ഞു, പടച്ചോനക്ക് ജാതിയും അതൊന്നുമില്ല. അള്ളാഹു അവൻ്റെ സൃഷ്ടികളോട് സംവദിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതിന് കാരുണ്യമായി ആ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ കാരുണ്യമായി പ്രവാചകന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. വൈദാ ജാഅക്കല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. അവൻ പരമകാരുണ്യവാനെന്ന് എഴുതിയിരിക്കുന്നു. അവന് തന്നെ അവൻ കാരുണ്യവാനെന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായി നബിയെ അങ്ങയെ നിയോഗിച്ചു. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പ്രവാചകന്? ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ ഭയങ്കര ദുഃഖിക്കുന്നൊരു മനുഷ്യനാട്ടോ.
നമ്മളുടെ ഉപയോഗിക്കുന്ന എഴുത്തിൽ, പ്രഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മുഴുവനും ഖുർആൻ നസ്സിന് വിരുദ്ധമായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ഭയങ്കര സംഭവമാണ്. നമ്മളിങ്ങനെ വിചാരിക്കുക മനുഷ്യരോട് പുലർത്തേണ്ട, ഞാൻ പറയണത് നമ്മളെ പണ്ഡിതന്മാരിലും കൂടി ഒരു ജനതയോട് മാപ്പ് ചോദിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ളൊരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ അഭിപ്രായക്കാരനാണ്, ഞാൻ തുറന്നു പറയാണ് നിങ്ങളോട്. ഒരു ജനതയ്ക്ക് വേണ്ടി പരിശുദ്ധ റസൂൽ കരഞ്ഞോ? നിങ്ങൾ സൂറത്ത് യൂനുസ് ഓതിപ്പോവുക. അപ്പോൾ ഓരോ പ്രവാചകന്മാരെങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ആ പ്രവാചകന്മാരുടെ പിറകിൽ സമൂഹങ്ങൾ അള്ളാഹു നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഷുഐബ് നബി പലായനം ചെയ്തിട്ട് തിരിച്ചു വരുന്ന രംഗമുണ്ട്. ഫതവല്ല അൻ ഖൗമിഹി ഫഖാല യാ ഖൗമി എന്ന് ഉപയോഗിക്കണ ഫഖാല യാ ഖൗമി, എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ, ലഖദ് അബ്ലഗ്തുകും റിസാലാത്തി റബ്ബി വനസഹ്തു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂന നാസിഹീൻ. ഞാൻ നിങ്ങളെ എത്രമാത്രം ഹൃദയം തുറന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചു എൻ്റെ സമൂഹമേ, നിങ്ങൾ ഉപദേശകരെ ഇഷ്ടപ്പെടാത്തവരായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നൊരു പ്രവാചകനെ വിശുദ്ധ ഖുർആൻ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്താണ് ആ വിലാപം? എന്താണ് ആ വിലാപം? നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ്. നിങ്ങൾ ബദറിലെ നമ്മളിൽ വേറെ വിഷയത്തിനാണ് അത് ഉപയോഗിക്കുക, വേറെ കുറച്ച് സംഗതിയിൽ പറയാനാണ് നമ്മളത് ഉപയോഗിക്കുക. ബദറിൽ പരിശുദ്ധ റസൂലിനെ തന്നെ കുടുംബക്കാരല്ലേ മരിച്ചു കിടന്നത്, ശത്രുപക്ഷത്ത് ആണോ അല്ലേ? അവരോട് റസൂൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എന്താണ് ആ ചോദ്യം? ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ അറിയണില്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുക, റസൂലെ ഒരു കേൾക്കുവോ? ജി കേൾക്കുന്നതിനേക്കാൾ നന്നായിട്ട് കേൾക്കും. അതൊരു പ്രവാചകൻ്റെ മരണത്തോടുകൂടി മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്നൊരു ലോകത്തെക്കുറിച്ചുള്ള എന്താണ്, ഒരു പ്രവാചകൻ്റെ ഹൃദയത്തിൻ്റെ വേദനയുടെ ഒരു പ്രകടനമാണത്. അവരോട് പറഞ്ഞത് എന്താ? തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? ഈ മലയുടെ പിറകിൽ നിന്നൊരു സൈന്യം ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഒരു ലോകത്തെക്കുറിച്ച്. അമ്പിയാക്കന്മാരെ എല്ലാവരെയും മനുഷ്യൻ്റെ ഫിത്രത്തിനോട്, ശുദ്ധപുറത്തോട് സംവദിച്ചവരാണ്. ഫിത്രത്തിനോട്. ആ ഫിത്രത്ത് മനുഷ്യൻ നിഷേധിക്കാൻ പറ്റൂല. മനുഷ്യന് പടച്ചോൻ എത്ര നിഷേധിച്ചാലും വൈദാ മസ്സൽ ഇൻസാന ദുർറു ദഅന ലിജംബിഹി ഖായിമൻ ഔ ഖായിദ, മനുഷ്യന് ദൈവത്തെ സൃഷ്ടാവിനെ നിഷേധിച്ചാൽ അവൻ നിന്നും ഇരുന്നും കിടന്ന് പ്രതിസന്ധി വന്നാൽ എന്താക്കും? ഓൻ പടച്ചോനെ വിളിക്കും, ദൈവമേ ഈശ്വരാ ഭഗവാനെ ഓ മൈ ഗോഡ് എന്നല്ല പറയും മനുഷ്യന്. സൂറത്ത് യൂനുസിൽ ഒന്നുകൂടി മനോഹരമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനോഹരമല്ല എന്നല്ലോ പറഞ്ഞത്, ഞാൻ കുറച്ച് അതിൻ്റെ ഒരു ആഴം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാണ്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർറി വൽ ബഹർ, പടച്ചോനാണ് കടലിലും കരയിലും നിങ്ങൾക്ക് വഴിയൊരുക്കിയവൻ. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബ വഫരിഹു ബിഹ, നിങ്ങൾ ശാന്തമായ സമുദ്രത്തിൽ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടുകൂടി നിങ്ങൾ യാത്ര ചെയ്യും. فجاءتها ريح عاصف وجاءهم الموج من كل مكان فظنوا أنهم أحيط بهم دعوا الله مخلصين له الدين. പെടുന്നനെ കൊടുങ്കാറ്റടിച്ചു, സമുദ്രത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തിരമാലകൾ വന്ന് നിങ്ങളെ സമുദ്രാഴിയിലേക്ക് കൊണ്ടുപോകാൻ തുനിയുമ്പോൾ മനുഷ്യരെ നിങ്ങൾ ആരെയാണ് വിളിക്കുക? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന. അവിടെ അദ്ദീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പടച്ചോന് പൂർണ്ണാർത്ഥത്തിൽ കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ വിളിക്കുന്ന അർത്ഥം. അതാണ് പറഞ്ഞത്. ദീൻ എന്നുള്ള വാക്കിന് മതം എന്നർത്ഥം പറയാൻ പാടില്ല എന്ന് പറയുന്നത്. ലൈൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിന ശാകിരീൻ, പടച്ചോനെ രക്ഷിച്ചാൽ നന്ദിയുള്ളവരാകാന്ന് പറയും. ഫലമ്മ അഞ്ചാവും രക്ഷിച്ചാലോ ഇദാഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു ധാർമ്മികതയും കൂടാതെ വൃത്തികെട്ടവരായവർ ഭൂമിയിൽ വ്യാപിക്കും. അപ്പം അള്ളാഹു വിളിക്കുക, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നമാ ബഗിയുക്കും അലാ അൻഫുസിക്കും, നിങ്ങൾ ചെയ്ത തോന്നിവാസം ഉണ്ടല്ലോ നിങ്ങളോടാണ്. മതാ അൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ലോക ജീവിതം നശ്വരമാണ്. സുമ്മ ഇലൈനാ മർജിഉക്കും, പിന്നെ ഇനി നിങ്ങളെ നമ്മിലേക്ക് മടക്കും. ഫനുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ റെക്കോർഡ് നിങ്ങളെ കയ്യിൽ നാം ഏൽപ്പിക്കും. അതുകൊണ്ട് പടച്ചോർക്ക് ജാതി എല്ലാവരും പടച്ചോനെ ഒരേ കണ്ണുകൊണ്ട് കാണുന്നു. എല്ലാവർക്കും മരണമുണ്ട്,
എല്ലാവർക്കും ഉയിർത്തെഴുന്നേൽപ്പുണ്ട്, എല്ലാവരുടെ ജീവിത കർമ്മങ്ങളെക്കുറിച്ചും നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ അത് നിങ്ങൾക്കുള്ളതാണ്, ഇത് ഞങ്ങൾക്കുള്ളതാണ്. ഇതാണ് നമ്മളുടെ വാദം. ഒരു ജനതയോട് കാണിക്കേണ്ട ഒരു നീതിബോധവും കാണിക്കാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥ. മാഷാ അല്ലാഹ്. അതെ, ഞാൻ നിങ്ങളോട് ആദ്യമൊക്കെ പറഞ്ഞില്ലേ, ഒരു 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 ഭാഷയിലെ ഒരു വാക്കിന് അർത്ഥം കൽപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആരിൽ നിന്നാണ്? ആരിൽ നിന്നാ? ആ ഭാഷയിൽ പിറന്ന് അതിനെ മനസ്സിലാക്കിയ ആളുകളിൽ നിന്ന്. ഏതുപോലെ ഒരു ഹിന്ദിക്കാരനെ അവന് ഭാഷയിൽ എന്തെങ്കിലും മലയാളം സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്കാണ് വരിക, ആണോ അല്ലേ? അപ്പം നമ്മൾ ഈ വാക്കിന് അർത്ഥം തേടേണ്ടത് ആരിൽ നിന്നാണ്? അറബികളിൽ നിന്ന്. അറബികളിൽ നിന്ന്. അപ്പോൾ ഒരു അറബി എങ്ങനെയാണ് അതിന് അർത്ഥം കൊടുത്തത് നോക്കിയാൽ മതി. അപ്പോൾ ഇബ്നു കസീർ എടുക്കുക. അപ്പോൾ ഇന്നദ്ദീൻ, അത് ആൽ ഇമ്രാനിലെ ആയത്താണ്. അപ്പോൾ ഒരു മുഫസ്സിറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന പോലെയല്ല അർത്ഥം കൊടുക്കുക. ഒരു മുഫസ്സിറിനെ സംബന്ധിച്ചിടത്തോളം അതിന് മേലെയും താഴെയും പരാമർശിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനൊരു അർത്ഥം കൊടുക്കുക. അതുകൊണ്ട് ഇമാം ഷഅറാബി പറയും, അദ്ദീൻ എന്ന വാക്കിന് പൊതു ഇടങ്ങളിൽ ത്വാഅത്ത് എന്ന വാക്ക് കൊണ്ടേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്ന വാക്കുകൊണ്ടേ അവതരിപ്പിക്കും. അപ്പം ദാനയദീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു മുതഅദ്ദിയായ ഫിഅലാണ് അറബി ഭാഷയെ പറഞ്ഞാൽ. അത് ലാമ് കൊണ്ടും ബാവ് കൊണ്ടെല്ലാം വിട്ട് കിടക്കണം. ദാന എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് ദൈന് എന്നാണ് പറയുക. നമ്മൾ കടത്തിന് എന്താ പറയുക? ദൈന്. എന്തുകൊണ്ടാണ് അതിന് ദൈന് തന്നത്? ഒരാളിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് എന്തായി? കീഴ്പ്പെട്ടു. അതുകൊണ്ടാണ് ദൈന് എന്ന് വന്നത്. അതുകൊണ്ട് ദാനയദീനു, ദാനലഹു, ദാനബിഹി എന്നെല്ലാം പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഒരു മുഫസ്സിറിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് അർത്ഥം പറഞ്ഞ് കാണാൻ പറ്റും. ഇന്നദ്ദീന ഇന്നമത്വാഅതു ഇൻദല്ലാഹ് എന്നാണ് പറയുക. ഇന്നമത്വാഅതു ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ സമർപ്പണം എന്നത് അത് അള്ളാഹിൻ്റെ നിയമത്തിനനുസരിച്ച്. അല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാണ്. അവ വിധിവിലക്കുകൾക്കനുസരിച്ചുള്ള കീഴ്വണക്കമാണ് എന്നാണ് അതിനർത്ഥം പറയുക. ഇപ്പം അതിന് ശരിക്കുള്ള അർത്ഥം കിട്ടിയോ? എന്നാൽ നമ്മൾ പറയുകയാണ് ഇന്നദ്ദീന അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാണ്. അപ്പോൾ മറ്റൊരു പറയാണ് ഇവരെ മതം മാത്രമാണ് നല്ലത് എന്ന് പറയുന്നു, നമ്മളിതെല്ലാം മോശം. എന്തിനാണ് വേണ്ടാത്ത അർത്ഥം പറയാൻ വേണ്ടി പോണേ? അല്ല, മതം എന്നുള്ള വാക്ക് നമ്മൾ പറയണതാണല്ലോ. ആ വാക്കിനൊരു അറബി മുഫസ്സിർ ഏത് വാക്ക് കൊണ്ട് വ്യാഖ്യാനിച്ചു? ത്വാഅത്ത് എന്ന വാക്കുകൊണ്ടല്ലേ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ത്വാഅത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? കീഴ്പ്പെടുക എന്നുള്ളതല്ലേ. അപ്പോൾ അള്ളാഹുവിനുള്ള കീഴ്വണക്കം എന്നുള്ളത് അള്ളാഹിൻ്റെ നിയമത്തനുസരിക്കലാണ്. അതുകൊണ്ട് ദീനി എന്ന വാക്കിൻ്റെയും ഇസ്ലാം എന്ന വാക്കിൻ്റെയും അർത്ഥം എന്താണ്? ഒന്നാണ്. ഒന്നിന് മുബാലഗത്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ ഉപയോഗിച്ച ഏത് വാക്കിന് മുഫസ്സിർ അർത്ഥം പറയൂലേ? പറയും. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന് പറയും അത്വാഅത്തു വൽ ഇൻഖിയാദു വൽ ഖുദൂ എന്നെല്ലാം പറഞ്ഞു പോകും പണ്ഡിതന്മാർ. ത്വാഅത്ത് അല്ല ഇൻഖിയാദ് വൽ ഖുദൂ എന്നെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞു പോവുക. ഇതെല്ലാം നമ്മളെ പണ്ഡിതന്മാർക്കിടയിൽ കൂടി ചർച്ച ചെയ്യുന്ന സംഭവമാണ്. ഇതല്ലോ മനസ്സിലായുണ്ട് നിങ്ങൾക്ക്? തെറ്റായിട്ട് അർത്ഥം പറഞ്ഞാൽ ഇപ്പം ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് പോലുള്ള പ്രശ്നം ഉണ്ടാവും. ഇവരിത് മാത്രം നല്ലതെന്ന് പറയണു, അങ്ങനെ പറയുന്നില്ലേ? പറയുന്നുണ്ട്. നോക്കൂ, ആരാ പറയണത്? ഇങ്ങനത്തെ ആൾക്കാരാണ് സമൂഹത്തിലുള്ളത്. ഇന്ന് അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അല്ല. അപ്പം നമ്മൾ എന്തിനാണ് തെറ്റായിട്ട് അർത്ഥം പറയും? നമ്മളെല്ലാം സ്വീകാര്യം എന്നല്ലല്ലോ പറഞ്ഞത്. അള്ളാഹുവിനുള്ള ത്വാഅത്ത് പൂർണ്ണമാകുന്നത് അള്ളാഹിൻ്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണെന്നാണ്. നിങ്ങൾ സൂറത്ത് മാഇദയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞോ? നമ്മളെല്ലാം എന്ന് പറഞ്ഞിട്ടില്ല. മതങ്ങൾ നിർമ്മിക്കുന്നത് മനുഷ്യനാ. മതങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിന് ക്രിസ്തു മതം അറിയോ? അറിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന് യഹൂദ മതം അറിയോ? അറിയില്ല. അതെല്ലാം അവരുടെ കാലശേഷം നിർമ്മിക്കപ്പെട്ടതാണ്. നിങ്ങൾ കേശവമേനോൻ്റെ പുസ്തകമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കിട്ടും. യേശുദേവൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് കേശവമേനോൻ്റെ. ആ പുസ്തകത്തിൻ്റെ ആമുഖം എടുത്ത് നോക്കിയാൽ മതി. ആമുഖത്തിൽ അദ്ദേഹം നന്നായിട്ട് റെഫർ ചെയ്ത് എഴുതിയൊരു പുസ്തകമാണത്. ഒരു ഇത്ര കട്ടിയുണ്ട്. ഞാൻ 2 തവണ വായിച്ചിരിക്കണം ആ പുസ്തകം. ഒന്നുമില്ല, എനിക്ക് അതിൻ്റെ രസം കൊണ്ട്. അതിൽ അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് യേശുവിന് ശേഷം 73 വർഷം കഴിഞ്ഞിട്ടാണ് ക്രിസ്തു മതം ഉണ്ടായത് എന്ന്. എത്ര വർഷം കഴിഞ്ഞിട്ട്? 73. ബുദ്ധമതം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്? ബുദ്ധന് ശേഷം 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. ആരുണ്ടാക്കിയതാ?
അശോക ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ബുദ്ധമതം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖാലത്തിൽ യഹൂദു ഉസൈറു ബിനുല്ലാ വഖാലത്തിൻ നസാറ അൽ മസീഹു ഇബ്നുല്ലാ ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം യുദാഹിഹൂന ഖൗലല്ലദീന കഫറു ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. നമുക്ക് അപ്പോഴും തിരിഞ്ഞില്ല എന്താണ് ഈ പറഞ്ഞത്. ഇത് നമുക്ക് തിരിഞ്ഞില്ല. എവിടെ വെച്ചാണോ യേശുവിനെ ദൈവപുത്രനാക്കി മാറ്റിയത് അവിടെ വെച്ചാണ് എന്തായത്, അത് മതമായി രൂപാന്തരപ്പെട്ടത്. എന്നാൽ യേശു ഏതെങ്കിലും ഞാൻ ഒരു പുതിയ മതവുമായി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടാണ് പ്രവാചകന്മാർക്കിടയിലുള്ള ആ ഹൃദയബന്ധത്തെ അള്ളാഹു അവതരിപ്പിച്ചു പോകുന്നത് നിങ്ങൾക്കറിയോ? എത്ര സൂക്ഷ്മമായിട്ടാണ് അവതരിപ്പിച്ചു പോകുന്നത്. എല്ലാ പ്രവാചകന്മാരും വേദവുമായി വന്ന് അള്ളാഹിന്റെ നിയമം പഠിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൊരുൾ എന്താണ്, മരണത്തിന് ശേഷം നിങ്ങളെ ജീവിതാവസ്ഥ എന്താണ്, ഈ 3 വിഷയത്തിലാണ് അവർ ഊന്നി നിന്നുകൊണ്ട് സംസാരിച്ചത്. അതുകൊണ്ട് അതെല്ലാം തന്നെ ഒന്നിന് പിറകെ ഒന്നായി വന്ന പടച്ചോൻ എന്താണ്, പടച്ചോൻ്റെ ഹുക്കുമുകളാണ്, ശരീഅത്തുകളാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് മൂസാ നബിനെ കുറിച്ച് നിങ്ങൾ ഒരു സൂറത്ത് മാഇദ എടുക്കുക. അപ്പോൾ അതിൽ കാണും ഇന്ന അൻസൽന തൗറാത്ത, നാം ഇതിന് മുമ്പ് തൗറാത്ത് നൽകി, ഫീഹി ഹുദം വനൂറുൻ, അതിൽ ഹിദായത്തുണ്ട്, വെളിച്ചമുണ്ട്, യഹ്കുമു ബിഹൻ നബിയുനല്ലദീന അസ്ലമു, പടച്ചോന് കീഴ്പ്പെട്ട പ്രവാചകന്മാർ അതുകൊണ്ട് വിധി പറയുമായിരുന്നു. അപ്പോൾ റസൂൽ വന്നതിന് ശേഷം പിന്നീട് ആ റസൂൽ കൊണ്ട്, റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമവുമായിട്ട് വരുന്ന ആളാണല്ലോ, ആ റസൂൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ റസൂലിന് ശേഷം വരുന്നവരെല്ലാവരും നബിമാരായിരിക്കും. അതുകൊണ്ട് അതുകൊണ്ടാണ് യഹ്കുമു ബിഹൻ നബിയുനല്ലദീന അസ്ലമു എന്ന് പറഞ്ഞത്. പിന്നെ ഹുക്കുമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. പിന്നെ വേഗം ഈസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് വരികയാണ്. വഖഫൈന അലാ ആഥാരിഹിം, ആ റസൂലിനും പ്രവാചകന്മാർക്കും പ്രവാചകന്മാരെയും പിന്തുടർന്നുകൊണ്ട് നാം ആരെ കൊണ്ടുവന്നു, മറിയമിൻ്റെ പുത്രൻ യേശുവിനെ കൊണ്ടുവന്നു. വഖഫൈന അലാ ആഥാരിഹിം ബിഈസ ഇബ്നു മറിയമ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്, അതിന് മുമ്പുള്ള തോറയെ സത്യപ്പെടുത്തിക്കൊണ്ട് വആതൈനാഹുൽ ഇൻജീല, നാം അദ്ദേഹത്തിന് ഇൻജീൽ നൽകി. അപ്പോൾ ആ പ്രവാചകനെ അവിടെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ സൂറത്ത് ആൽ ഇമ്രാനിലേക്ക് പോയി അവിടെ കാണാൻ പറ്റും. ആ പ്രവാചകൻ പറയാണ് എങ്ങനെയാണ്, ഞാൻ പുതുതായിട്ട് വന്നതല്ലോ, ആ പുതിയ ഒന്നുകൊണ്ട് വന്നതല്ലോ, ഞാൻ എൻ്റെ മുമ്പുള്ള പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ട് വന്നതാണ് കേട്ടോ, അതിൽ നിഷിദ്ധമായ പലതിനെയും ഇപ്പം നിങ്ങൾക്ക് അനുവദനീയമാക്കാൻ കൂടി വന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ വേരത്തിൻ്റെ പേര് മാറി. ആ വേരെന്തായി, വേദത്തിൻ്റെ പേരെന്തായി, ഇഞ്ചീൽ എന്നായി. നിയമം മാറുന്നിടത്ത് വേരത്തിൻ്റെ പേര് മാറും. ഇനി ഈ ആയത്തിന് ശേഷം റസൂലുള്ളാഹിനെ സംബോധന ചെയ്യുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആ പ്രവാചകന്മാർക്കുള്ള ഹൃദയബന്ധത്തെ, ആ ശരീഅത്തിൻ്റെ തുടർച്ചയെ അള്ളാഹു അവതരിച്ച് പോകുന്നതെന്നറിയോ? നോക്കി ഇതിൻ്റെ ശേഷം നോക്കിയാൽ മതി. ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ, നബിയെ അങ്ങേക്കും നാം വേദം നൽകുകയാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി, ഇതിന് മുമ്പുള്ള മുഴുവൻ വേദങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട്, വമുഹൈമിനൻ അലൈഹി, അതിന് എല്ലാത്തിൻ്റെയും മുകളിൽ അതിനെയെല്ലാം തന്നെ സ്വാംശീകരിച്ചുകൊണ്ടും നാം ഇതാ അങ്ങേക്ക് നാം വേദം നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു പോകണമെന്ന് അറിയതല്ലോ. നമ്മളെ കുട്ടിയൊക്കെല്ലോ ഇന്ന് ഈ ലിബറലിസവും ഈ എത്തിസവും പിടിപെട്ട കുട്ടിയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇതെല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തണ്ടല്ലോ, അവരെല്ലാം ജീവിതം നമ്മളെക്കാളും അതിസുന്ദരമായിരിക്കും. പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാം? അത് നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫറോവ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ കണ്ണൂരിലൊരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതമല്ല മനുഷ്യനാണ് മുഖ്യം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ അവർ നടത്തിയൊരു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വിഷയം തന്നിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട് ഒരാൾ കയറി വരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി വരുന്നുണ്ട്. അയാൾ ആ സരസിൽ വന്നിരുന്നു. പിന്നെ ചോദ്യം എന്നോടാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ മാത്രമാണ് സ്വർഗത്ത് പോകുക, നിങ്ങൾ മാത്രമാണ് നല്ലൊരു ഇവിടെ എത്രയോ പുണ്യങ്ങൾ ചെയ്ത മദർ തെരേസ, ഗാന്ധിജിയെ പോലെയുള്ള നരകത്തിലാണ് നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. ഇതെത്തോട് അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്മുടെ പ്രഭാഷണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി വന്നെന്ന് വെച്ച് അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പെല്ലാം പറഞ്ഞു പോയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കുറച്ചൊന്നിങ്ങനെ സ്തബ്ധനായി നിന്നിട്ട് പറഞ്ഞു സോറി ഞാനത് കേട്ടിട്ടില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു മര്യാദ ഉള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രവാചകൻ
ഒരു ക്രൂരനായ മനുഷ്യനിലേക്ക് ഒരു പ്രവാചകൻ അള്ളാഹു നിയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് 7 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ 7 ചോദ്യത്തിൽ ആ സദസ്സിലിരിക്കുന്ന ഒരു സമൂഹത്തെ ആ പ്രവാചകനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നുള്ള നിലക്ക് ഫറോവ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. എന്താണ്? മാ ബാലുൽ ഖുറൂനിൽ ഊല, ഞങ്ങളെ മുൻഗാമികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ്? മാ ബാലുൽ ഖുറൂനിൽ ഊല. ആ പ്രവാചകൻ നമ്മളെപ്പോലല്ല, അത് പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും റുബൂബിയത്തും നന്നായിട്ട് ബോധ്യമുള്ള ആളാണ് ആര്? പ്രവാചകന്. നമ്മളെപ്പോലെ പറയില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലാ യളില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് അവരുടെ വിഷയത്തിലൊന്നും ഒരു പിഴവും സംഭവിക്കൂല. ഇത് പറയാൻ നിർബന്ധിക്കപ്പെട്ടവർ നമ്മളെന്താ പറഞ്ഞു വെച്ചത്? നമ്മളെന്താ പറഞ്ഞത്? വേണ്ടാത്ത വർത്താനം പറയാൻ വേണ്ടി പോകരുത്. ഖുർആൻ നസ്സിന് വിരുദ്ധമായിട്ട് വർത്താനം പറയരുത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്, നിങ്ങൾ ചില മനുഷ്യരെ നിങ്ങൾ സ്വർഗാവകാശികളായിട്ട് കാണും, അവരുടെ അന്ത്യം നരകാവകാശികളായി കടന്നു പോകും. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ? ചില ആളുകൾ നിങ്ങൾ സ്വർഗാവകാശിയായി നിങ്ങൾ വിലയിരുത്തും, അവരുടെ അന്ത്യം നരകാവകാശികളായി കടന്നു പോകും. മനുഷ്യനെ നിങ്ങൾക്ക് വിലയിരുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വലിയ വർത്താനം പറയുന്നില്ലേ? ഭയങ്കര വർത്താനം കൊണ്ട് വർത്താനം കൊണ്ടും വേഷം കൊണ്ടും ഭയങ്കര വിശുദ്ധരായി ചമയുന്നവരാ. സ്വകാര്യതയിൽ എത്തിക്കഴിഞ്ഞാൽ മഹാവൃത്തിയൊട്ടൊരിക്കാരോ ആണോ അല്ലേ? അതിനാൽ സ്വയം നന്നാകാനുള്ള ആദ്യ ശ്രമം നടത്തണം. മഹാവൃത്തിയൊട്ടൊരിക്കാരം കച്ചവടത്തിൽ കളവ് നടത്തും, എല്ലാത്തിലും ചതിയും വഞ്ചനയിക്കാരം. എന്നിട്ട് നമ്മൾ എന്ത് പറയും? മുസ്ലിമാന്ന് പറയും. അതുകൊണ്ട് റസൂലുള്ളാഹി അന്നത്തെ അറബികൾക്ക് ഡെഫിനിഷൻ കൊടുത്തു. അൽ മുസ്ലിമു ലാ യക്ദിബു, അൽ മുസ്ലിമു ലാ യളിമു ജാറഹു, അൽ മുസ്ലിമു ലാ യസ്നി, അൽ മുസ്ലിമു ലാ യശ്റബു എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയും, അൽ മുസ്ലിമു ലാ യക്ദിബു, മുസ്ലിം കളവ് പറയൂല എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സമൂഹത്തിൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? നമ്മളെ സമൂഹത്തിൽ ഓൻ്റെ പേര് അഹമ്മദ് ആണെങ്കിൽ ഓൻ കളവ് പറയില്ല എന്നാണ് പറയുന്നത് മനസ്സിലാക്കുക. പ്രവാചകന്റെ കൂടെ നിൽക്കുന്നവൻ്റെ പേര് അബ്ദുള്ള, പ്രവാചകന്റെ എതിർപക്ഷം നിൽക്കുന്നവരുടെ പേരും അബ്ദുള്ള. പ്രവാചകന്റെ കൂടെ നിൽക്കുന്നവന്റെ പേര് ഉമർ, എതിർപക്ഷം നിൽക്കുന്നവന്റെ പേര് ഉമർ. പ്രവാചകന്റെ കൂടെ നിൽക്കുന്നവരുടെ പേര് ഫാത്തിമ, പ്രവാചകന്റെ എതിർപക്ഷം നിൽക്കുന്നവരുടെ പേര് ഫാത്തിമ. എല്ലാവരുടെയും വേഷവിധാനങ്ങൾ ഒന്ന്, ഭാഷ ഒന്ന്, ഒരു കുടുംബത്തിൽപ്പെട്ടവര്. അപ്പൊ അൽ മുസ്ലിമു ലാ യക്ദിബു, മുസ്ലിം കളവ് പറയൂല എന്ന് പ്രവാചകന്റെ ആ ഒരു സാഹചര്യത്തിൽ അത് ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥവും ആശയം എന്താ? നിങ്ങളുടെ പേരല്ല, രൂപമല്ല, ഭാഷയല്ല, നിങ്ങളുടെ പ്രപഞ്ചനാഥനോടുള്ള നിങ്ങളുടെ പൂർണ്ണ സമർപ്പണമാണ്. അങ്ങനെ സമർപ്പിച്ചൊരു മനുഷ്യൻ, അവൻ മുഹമ്മദ് ആയിരിക്കാം, ആ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് വിലയിരുത്തിയാൽ അവൻ മുഹമ്മദ് ആയിരിക്കാം, ജോർജ് ആയിരിക്കാം, രാമനായിരിക്കാം, ആരുമായിരിക്കാം, അവൻ എന്താക്കൂല? കളവ് പറയൂല എന്നാ. അവൻ കളവ് പറയൂല, അതാണ് ആ വാക്കിന്റെ അർത്ഥം. ആണോ അല്ലേ? ആ വാക്കിന് ശരിയായ അർത്ഥം കൊടുത്തു നോക്കൂ. ഒരു പ്രവാചകനെ ചേർത്ത് വെച്ചുകൊണ്ട്, ഒരു പ്രവാചകന്റെ സാഹചര്യത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, അൽ മുസ്ലിമു ലാ യളിമു ജാറഹു, മുസ്ലിം തന്റെ അയൽക്കാരനെ ആക്രമിക്കൂല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്ന ആ ഒന്നിനെ ആ പ്രവാചകന്റെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു നോക്കൂ. പടച്ചോന് കീഴ്പ്പെട്ടവൻ എന്താക്കൂല? അയൽക്കാരനെ ആക്രമിക്കൂല എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ കുറിച്ച് പരാതി പറയുന്നത് റസൂലുള്ളാഹിയുടെ അടുക്കൽ, യതുസല്ലില്ലൈല വതസൂമുന്നഹാറ ഇംറഅത്തുൻ തുഅദി ജാറഹ, ഒരു പെണ്ണ് അയൽക്കാരനെ ആക്രമിക്കുന്നു, റസൂലെ വേദനിപ്പിക്കുന്നു. യതുസല്ലില്ലൈല വതസൂമുന്നഹാറ, അവൾ രാത്രിയിൽ പടച്ചോന് മുമ്പിൽ സുജൂദിൽ കിടക്കുന്നവളാണ്, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവളാണ്, രാവിലെ അവൾ നോമ്പനുഷ്ഠിക്കുന്നവളാണ്. റസൂലെ അവൾ അയൽക്കാരനെ ആക്രമിക്കുന്നു. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ലൈസ ഫീഹാ ഖൈറുൻ, ഒരു നന്മയില്ലാത്തവളാണ്. അൽ മുസ്ലിമു ലാ യളിമു ജാറഹു, പടച്ചോന് കീഴ്പ്പെട്ട ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാവട്ടെ, അയൽക്കാരനെ ആക്രമിക്കൂല. നമ്മളെ കുട്ടിക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പേര് ഇപ്പം മുഹമ്മദാണ്, അല്ലെങ്കിൽ അബ്ദുള്ളയാണ്, എൻ്റെ ഉപ്പാൻ്റെ പേര് അബൂക്കറും ഉമ്മാൻ്റെ പേര് ആയിഷയാണ്, അതുകൊണ്ട് ഞാൻ ആരാ? മുസ്ലിം. റസൂലുള്ളാഹിന്റെ സമൂഹത്തിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല സുഹൃത്തുക്കളെ. ഏതാ ഞാൻ പറഞ്ഞത്? ഇങ്ങനൊരു സംഭവമേ ഇല്ല. അപ്പം നമ്മളുടെ ഈ ബാലപാഠങ്ങൾ മുഴുവനൊന്ന് പൊളിച്ചെഴുതണം. നമ്മൾ ഓക്കെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞ തെറ്റിലുണ്ടെങ്കിൽ അള്ളാഹു പുറത്തരട്ടെ. ഓക്കെ, അസ്സലാമു